ഒരു സാധാരണക്കാരനായ ഒരു ബിസിനസ് ഓണറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് എങ്ങനെയാണ് ബിസിനസ് ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഞാനിവിടെ ഉത്തരം കിട്ടാത്ത പറ്റുന്നല്ലോ. അത് ചാറ്റ് ജി പിയോട് ചോദിക്കാം. അല്ലെങ്കിൽ നിങ്ങളെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യേണ്ടി വർക്ക് ചെയ്യുന്ന ആളുകളുടെയും ഏറ്റവും വലിയൊരു ആശങ്കയാണ് ഞങ്ങളുടെ ജോലി പോവോ. AI നിങ്ങളുടെ ജോലി കളയില്ല. ബട്ട് ചാറ്റ് ജി പി ടി ആയാലും ജെമിനി ആയാലും അത് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പഠിക്കാനാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നിങ്ങളുടെ ജോലി പോവാതിരിക്കാൻ അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി എത്ര സിമ്പിളാന്ന് പറഞ്ഞാലും അതിന് ഒരു ഫ്രെയിം വർക്ക് ഉണ്ട്. റിപ്പോർട്ട് കൊണ്ടുവന്നു, പെർഫെക്റ്റ് റിസൾട്ട്സ് കൊണ്ടുവന്നിരുന്നത് ഈ കുട്ടിയാണ് എന്നുള്ളത് ജെമിനി ഡാറ്റ തരുന്നത്. ലോകം മുഴുവനായിട്ടും ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയം അത് AI ആണ്. എന്താണ് ഇനി ലോകത്ത് സംഭവിക്കാൻ പോകുന്നത്? നമ്മൾ കണ്ടതും കേട്ടതും അറിഞ്ഞതൊന്നുമല്ലേ AI. അതിനേക്കാൾ അപ്പുറത്തേക്ക് വലിയ വലിയ വിപ്ലവകരമായ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എസ്പെഷ്യലി ഒരു ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം AI എങ്ങനെ അവരുടെ ബിസിനസ്സിനെ ബാധിക്കും, അത് വലിയൊരു കൺസേൺ ആണ്. സോ ഇന്നെൻ്റെ കൂടെ ഉള്ളത് AI രംഗത്ത് ഒരു എക്സ്പേർട്ടായ AI ഇലൂഷൻ എന്നുള്ളൊരു ദുബായിലെ കമ്പനിയുടെ ഫൗണ്ടർ ആൻഡ് CEO ആയ നമ്മുടെ ഫ്രണ്ട് കൂടിയാണ് മിസ്റ്റർ അത്തീഫ് അബ്ദുൾ റഹ്മാൻ. ലെറ്റ്സ് വെൽക്കം മിസ്റ്റർ അത്തീഫ് ടു ദ ഫർഹാന അക്തർ ഷോ. നമ്മളൊക്കെ 90s കിഡ്സ് ആണ്. നമ്മൾ പറയാറുണ്ട് ഏറ്റവും കൂടുതൽ ഭാഗ്യം അനുഭവിച്ചൊരു തലമുറയാണെന്ന് പറയാറുണ്ട്. എല്ലാം ഇപ്പം കമ്പ്യൂട്ടർ ആണെങ്കിലും ഇൻ്റർനെറ്റ് ആണെങ്കിലും ഇപ്പോൾ AI ആണെങ്കിലും നമ്മൾ നന്നായിട്ട് അത് എൻജോയ് ചെയ്യുന്നു, നമ്മളതിനെ പ്രാക്ടിക്കലി അതിലേക്ക് പോകുന്നു. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടത് ഇപ്പോൾ ഒരു 40 കഴിഞ്ഞ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 50 ഒക്കെ ഉള്ള ഒരു മധ്യവയസ്സിലുള്ള ഒരുപാട് ആളുകൾ അവരുടെ ഏറ്റവും വലിയൊരു കൺസേൺ ആണ് AI. കാരണം എങ്ങനെയാണ് എന്തൊക്കെയാണ് സംഭവിക്കുക, ഒരു തരത്തിൽ ഒരുപാട് പ്രതീക്ഷ ഉണ്ടെങ്കിൽ പോലും വലിയൊരു ആശങ്കകളുണ്ട്. ഒരു ബിസിനസ് ഓണർക്ക് AI എങ്ങനെയാണോ? AI എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ആദ്യം വരുന്ന കുറേ വാചകങ്ങളുണ്ട്. ഇപ്പോൾ എസ്പെഷ്യലി ഈ ഒരു കാലത്ത് എല്ലാവരും AI-നോട് ചെറുതായിട്ടെങ്കിലും ടച്ച് ചെയ്തിട്ടുണ്ടാകും. ഇപ്പം ചാറ്റ് ജി പി ടി ആവട്ടെ, ജെമിനി ആവട്ടെ, ഇങ്ങനത്തെ പ്ലാറ്റ്ഫോമുകൾ നമ്മളെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇത് എങ്ങനെ ഒരു ബിസിനസ്സുകാരന് അവരുടെ ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റും, അല്ലെങ്കിൽ എത്രത്തോളം അത് അവർക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാം ആൾട്ട്മാൻ അവസാനം പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ഒരു $1 ബില്യൺ കമ്പനി, ഒരൊറ്റ ആളെ വെച്ച് നടക്കുന്ന കമ്പനി വളരെ പെട്ടെന്ന് വരാനുള്ള സാധ്യത ഒരുപാട് കാണുന്നുണ്ടെന്നുള്ളത്. അതായത് ഒരു $1 ബില്യൺ കമ്പനി ഒരാൾ മതി, അതെ, ബാക്കിയൊക്കെ AI സപ്പോർട്ട് ചെയ്യും. ഒരു ഓണറെ വെച്ചുകൊണ്ട് അതിൻ്റെ എല്ലാ വർക്കും. ഇപ്പോൾ ഒരു $1 ബില്യൺ കമ്പനി എത്ര എംപ്ലോയീസ് വേണ്ടി വരും? ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മിനിമം ഒരു 200-300 എംപ്ലോയീസ് ഒരു $1 ബില്യൺ കമ്പനി വേണം. അതേസമയം ഒന്ന് ആലോചിച്ചേക്കുക, ഒരു $1 ബില്യൺ കമ്പനി ഒരൊറ്റ ആൾ രാവിലെ അദ്ദേഹം എഴുന്നേൽക്കുന്നു, മോണിറ്റർ ചെയ്യുന്നു, അദ്ദേഹം നോക്കുന്നു എങ്ങനെ വർക്ക് നടക്കുന്നത് നോക്കുക എന്നുള്ളത് മറ്റൊരു ജോലിയും ഇല്ലാത്ത ഒരു ഓണർ ഉണ്ടാകുന്നൊരവസ്ഥ. അതിലേക്ക് ഒരു കാലം പോകുന്നൊരവസ്ഥ ഉണ്ടാകുന്നു. എനിക്ക് അത് അധികം വിദൂരം അല്ലാത്തൊരു ഭാവിയിൽ തന്നെ സംഭവിക്കാൻ സാധ്യത. എക്സാക്ട്ലി, അത് അങ്ങനത്തെ ഒരു കാലഘട്ടം വരുന്നു എന്നുള്ളതാണ് ചാറ്റ് ജി പി ടിയുടെ ഫൗണ്ടറായിട്ടുള്ള സാം ആൾട്ട്മാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുന്നത് എങ്ങനെയാണ് ഒരു കമ്പനി ഒരാൾ മാത്രം ഓടിച്ചുകൊണ്ട് ഒരു $1 ബില്യൺ കമ്പനി, ഒരു $1 ബില്യൺ കമ്പനി എന്ന് പറയുമ്പം അത്രയും പ്രൊഡക്ട്സ് വിൽക്കുന്ന അല്ലെങ്കിൽ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്ന ഒരു കമ്പനി ആയിരിക്കണം. അപ്പോൾ അങ്ങനത്തെ ഒരു സർവീസും അഥവാ ഒരു കമ്പനിയുടെ സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ കമ്പനി സെയിൽസ് വരുന്നു, ആ സെയിൽസ് അഡ്മിനിലേക്ക് പോകുന്നു, അഡ്മിൻ അത് ഓപ്പറേഷൻസിലേക്ക് പോകുന്നു, അത് പിന്നെ സെയിൽസ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൊട്ടേഷൻ അയക്കുന്നു, പിന്നെ ക്ലോസ് ആവുന്നു, ഇൻവോയ്സ് അയക്കുന്നു. വലിയ പ്രോസസ്സുകളാണ് ഇതെല്ലാം. ഒരു സിസ്റ്റം മെക്കാനിക്, നമ്മൾ ആ സെയിൽസ് വരുന്നത് മുതൽ പിന്നെ ആ ഇൻവോയ്സ് അയക്കുന്നത് വരെയുള്ള കംപ്ലീറ്റ് വർക്ക് ഒരു ഏജൻറ്റ് ചെയ്യുക, ഒരു AI ഏജൻറ്റ് ചെയ്യുന്നൊരവസ്ഥയിലേക്ക് ലോകം മാറണം. അല്ല, ഇത് മുന്നേ ഏതൊരു ടെക്നോളജി വരുമ്പോഴും നമ്മൾ ഫസ്റ്റ് മനുഷ്യനുണ്ടാകുന്ന സ്വാഭാവിക ചോദ്യമാണ് ഇത് ഇപ്പം വരുമോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നുള്ളത്. പക്ഷേ ഈ അടുത്ത കാലഘട്ടത്തിൽ എല്ലാം ഫാസ്റ്റാണ്. ഇപ്പം ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ഇപ്പോൾ AI എന്ന് പറയുമ്പോൾ ആൾക്കാരുടെ മുന്നിൽ ഓർമ്മ വരുന്ന നിങ്ങൾ പറഞ്ഞ പോലെ ചാറ്റ് ജി പി ടി ഫസ്റ്റ് ഓർമ്മ വരുന്നു. ചാറ്റ് ജി പി ടി തന്നെ ഒരു പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ട് അത് അനുഭവിച്ചവർക്കറിയാം. അതിൻ്റെ പെയ്ഡ് വേർഷനൊക്കെ കറക്റ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും. അപ്പം ഇതൊക്കെ വരും എന്നുള്ള അറിയാം. പക്ഷേ എങ്കിലും ഒരു ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർ വയസ്സായിട്ട് ഇതെങ്ങനെ ലവറേജ് ചെയ്യാം എന്നുള്ളതാണല്ലോ. അതിന് ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ബിസിനസ്സുകാരനെ ലെവറേജ് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് രീതി എന്ന് പറഞ്ഞാൽ ഈ ചാറ്റ് ജി പി ടി ആയാലും ജെമിനി ആയാലും അത് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പഠിക്കാനുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അത് പഠിക്കണം ഇനീഷ്യലി. ഇപ്പം ചാറ്റ് ജി പി ടി പറഞ്ഞാൽ ആൾക്കാർ ഒരു ഗൂഗിൾ പോലെ യൂസ് ചെയ്യുന്നത്. തീർച്ചയായും വെറുതെ ചോദ്യങ്ങൾ ചോദിക്കുക, വാട്ട് ഈസ് ദിസ്, ഇതെന്താ ചെയ്യുക, എൻ്റെ സ്കിന്നിന് ഇത് വരുന്നുണ്ട്, ഇതെന്താ ചെയ്യേണ്ടത്, അങ്ങനത്തെ രീതിയിൽ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി ചാറ്റ് ജി പി ടിയും, ഇമേജ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നാനോ ബനാന പോലത്തെ ടൂൾ ഉപയോഗിക്കാൻ വേണ്ടി ജെമിനിയും ആണ് ആളുകൾ ഉപയോഗിക്കുന്നത്.
ഇതിനപ്പുറം ഇതിൻ്റെ പോസിബിലിറ്റി ഭയങ്കര വലുതാണ്. നമ്മളൊരു കാലഘട്ടത്തിൻ്റെ മാറ്റത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കാം. ഇപ്പോൾ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ നടന്ന സമയത്ത്, അഥവാ വ്യാവസായിക വിപ്ലവം നടന്നതോടുകൂടെ ഫാർമർമാർ പോലത്തെ ആളുകളുടെ ജോലി പോവുകയും പിന്നീട് മെക്കാനിസത്തിലേക്കും കമ്പനികളും ഫാക്ടറികളും വരുന്നൊരവസ്ഥ ഉണ്ടായി. അത് ഒരു 100 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഒരു 100ഓളം വർഷം കഴിഞ്ഞ് പിന്നെയാണ് ടെക്നോളജിക്കൽ റെവല്യൂഷൻ വരുന്നത്. ടെക്നോളജി റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ആവട്ടെ, പിന്നീട് ഡിവൈസുകൾ ആളുകൾ ഉപയോഗിച്ചുകൊണ്ട്, കാൽക്കുലേറ്റർ പോലത്തെ സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കണക്കുകൾ എടുക്കാൻ നോക്കുന്നൊരവസ്ഥ, കമ്പ്യൂട്ടർ പോലത്തെ ഡിവൈസുകൾ ഉപയോഗിക്കാവുന്നൊരവസ്ഥ, പിന്നെ ഇൻ്റർനെറ്റ് അതിൻ്റെ കൂടെ തന്നെ വരുന്നു. ഇതെല്ലാം 10, 20, 30, 40 വർഷത്തെ ഗ്യാപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ്. എന്നാൽ ഇപ്പോൾ ചാറ്റ് ജി പി ടി 10 വർഷമായി, 3 വർഷം, 2022-23 വന്നതാണ് ചാറ്റ് ജി പി ടി. ഈ 3-4 വർഷം കൊണ്ട് ഉണ്ടായ മാറ്റം ഭയങ്കരമാണ്. തീർച്ചയായും. ഇപ്പൊ എ ഐ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ മനസ്സിൽ ചാറ്റ് ജി പി ടി ഒക്കെ വരിക, പക്ഷെ എ ഐ ഇതിന് മുന്നേ ഉണ്ട്. അതെ, പക്ഷെ നമുക്കത് എല്ലാ അൽഗോരിതം ആണെങ്കിലും എക്സാക്ട്ലി ഇൻസ്റ്റാഗ്രാമിൻ്റെ അൽഗോരിതം, മെറ്റൻ്റെ അൽഗോരിതം, യൂട്യൂബിൽ വീഡിയോ റെക്കമെൻഡേഷൻസ് വരുന്നത്, നെറ്റ്ഫ്ലിക്സിൽ നമ്മളൊരു സിനിമ കാണുമ്പോൾ ഏത് സിനിമ എടുക്കണം എന്നുള്ള റെക്കമെൻഡേഷൻ, ഗൂഗിൾ മാപ്പ് എല്ലാം എ ഐയിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഇപ്പോൾ കമ്മ്യൂണിക്കേറ്റീവ് എ ഐ വന്നു. നമുക്ക് എ ഐയോട് നേരിട്ട് സംസാരിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് മാറണം. ആ ഒരു കമ്മ്യൂണിക്കേറ്റീവ് എ ഐ വന്നപ്പോഴാണ് കൃത്യമായിട്ട് ആളുകൾ അത് ശ്രദ്ധിച്ചു തുടങ്ങിയത്. എക്സാക്ട്ലി. അപ്പോഴാണ് ആളുകൾക്ക് അറിയുള്ളൂ. കാരണം ഞാൻ ഉപയോഗിക്കുന്ന സാധനം എനിക്ക് അറിയുള്ളൂ. കാരണം 1970കളിലും കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു, പക്ഷെ ഉപയോഗിക്കുന്ന നാസയെ പോലത്തെ വലിയ വലിയ സ്ഥലങ്ങളിൽ മാത്രം. ആ ഒരു ഇനീഷ്യൽ സമയത്ത് അത്രയും വലിയ കമ്പ്യൂട്ടറും അത്രയും കുറച്ച് ആളുകൾക്ക് മാത്രം ലഭ്യമായിട്ടുണ്ട്. എനിയാക്ക് പോലത്തെ വലിയ വലിയ കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ചിരുന്ന അത്രയും എക്സ്പെൻസീവ് വരുന്നത്. പക്ഷേ അതിനുശേഷം 2000 എത്തിയപ്പോഴേക്കും എല്ലാവരുടെയും വീട്ടിൽ കമ്പ്യൂട്ടർ വരുന്നുണ്ട്. അന്ന് കമ്പ്യൂട്ടർ ഇപ്പോഴത്തെ ബിസിനസ്സുകാർ എ ഐ ഉപയോഗിക്കുന്നില്ല, എൻ്റെ ബിസിനസ്സിൽ ഞാൻ എ ഐ ഉപയോഗിക്കില്ല എന്ന് പറയുന്ന ആളെ സംബന്ധിച്ചോളം 2000-കളിൽ എക്സൽ വന്ന സമയത്ത് ഞാൻ ഒരു അക്കൗണ്ടൻ്റാണ്, ഞാൻ എൻ്റെ അക്കൗണ്ട്സ് പേപ്പറിൽ ചെയ്യുള്ളൂ, എനിക്ക് അതേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ ആളുകൾ 2010 ആയപ്പോഴേക്കും പിന്നെ അവരെ കാണാൻ കഴിയില്ല, അവർ പിക്ചറിനെ പോകും. എക്സാക്ട്ലി. ആ ഒരു അവസ്ഥയിലേക്കാണ് കാണാൻ പറഞ്ഞത്. അഥവാ എ ഐ കൊണ്ട് ജോലി പോകുമോ എന്നൊരു ചോദ്യം പലർക്കും. എല്ലാവരുടെയും വലിയൊരു ആശങ്കയാണ്. ഇപ്പം ബിസിനസ്സുകാരെ പോലെ തന്നെ വർക്ക് ചെയ്യുന്ന ആളുകളുടെയും ഏറ്റവും വലിയൊരു ആശങ്കയാണ്, ഞങ്ങളുടെ ജോലി പോവോ, അല്ലെങ്കിൽ ഞങ്ങളുടെ എത്രത്തോളം ജോബ് സേഫ്റ്റി ഉണ്ട്, ഇനി എന്തൊക്കെയാണ് സംഭവിക്കുക. ഇപ്പം നാനോ ബനാനോ വന്നു, അല്ലെങ്കിൽ എഡിറ്റിംഗ് ടൂൾസ് വരുന്നു. ഞങ്ങളുടെ ഫീൽഡിലാണെങ്കിൽ പോലും എല്ലാ ഫീൽഡിലും ഇപ്പം ക്രിയേറ്റേഴ്സ്, ഇപ്പം എന്താ പറയുക, എഐയുടെ അവതാറുകൾ വരാൻ തുടങ്ങി, ഇനി ക്ലോണിങ് ഉണ്ട്. ഇങ്ങനെ ഓരോ മേഖലയിലും എല്ലാവരുടെയും ഉള്ളിൽ ഈ ആശങ്കയുണ്ട്. എന്താണ് ആസ് ആൻ എക്സ്പെർട്ട് നിങ്ങൾക്ക് ഇവരോട് പറയാനുള്ളത്? എ ഐ കൊണ്ട് ജോലി പോകുമോ എന്ന് ചോദിച്ചാൽ ജോലി പോകുന്നുണ്ട്. സത്യസന്ധമായി പറയാന്നുണ്ടെങ്കിൽ ഒരുപാട് ജോലികൾ പോകാനുള്ള സാധ്യതകളുണ്ട്. മൈക്രോസോഫ്റ്റ് ഈയിടെ ഇറക്കിയിട്ടുള്ളൊരു റിപ്പോർട്ടുണ്ട്. അതിൽ ഏതൊക്കെ ജോലികളാണ് എ ഐ കൊണ്ട് ഡിസ്റപ്റ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ജോലികളും ഡിസ്റപ്റ്റ് ചെയ്യാൻ സാധ്യതയില്ലാത്ത ജോലികൾ ലിസ്റ്റ്. ആ ലിസ്റ്റ് നമ്മൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ലിസ്റ്റിൽ ഫസ്റ്റ് കാണിക്കുന്ന പേരുകൾ ഡാറ്റ അനലിസ്റ്റ് ആവട്ടെ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത് കേട്ടോ, ഡാറ്റ അനലിസ്റ്റ്, ജൂനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ്, ഇങ്ങനത്തെ ഒരുപാട് എക്സാക്ട്ലി ഡെവലപ്പേഴ്സൊക്കെ അതൊക്കെ ഡിസ്റപ്റ്റ് ചെയ്യും. പോകുമെന്നല്ല പറഞ്ഞത്, ഇതിനൊക്കെ ഇത് ബാധിക്കാനുണ്ട്. കാരണം ഇപ്പം ഞാൻ തന്നെ നോക്കാം, നമ്മുടെ കമ്പനിയിൽ നമ്മൾ കഴിഞ്ഞ 4 മാസം കൊണ്ട് ഞങ്ങൾ 8 ആപ്പുകൾ 6 to 8 ആപ്സ് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. 4 മാസങ്ങളിൽ അത് ചെയ്തിട്ടുള്ളത് വെറും 2 ആളുകൾ വെച്ചിട്ടാണ്. വെറും 2 ആളുകളും മൂന്നാമത് എ ഐയും കൂടെ ഇരുന്നു കൊണ്ട് ഞങ്ങൾക്ക് 8 ആപ്പ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. മുന്നേ ആണെങ്കിൽ എത്ര സീനിയർ ഡെവലപ്പർ, ഇതൊരു 3 വർഷം മുന്നേ, ഒരു 3 വർഷം മുന്നാണെന്നുണ്ടെങ്കിൽ ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സീനിയർ ഡെവലപ്പറും മിനിമം ഒരു 10 ഡെവലപ്പേഴ്സ്, ഒരു വലിയ നല്ല സ്ട്രോങ് ആപ്പ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഒരു സീനിയർ ഡെവലപ്പർ മിനിമം വേണം. 10-20 ഡെവലപ്പർമാർ അണ്ടറിൽ വർക്ക് ചെയ്യുന്നത് ജൂനിയർ. 4 മാസം കൊണ്ട് മതിയാവും? 4 മാസം മതിയാവില്ല. എന്നാലും ചിലപ്പം പല ആപ്പുകളും 4, 5, 6 മാസം എടുക്കാം, അതും 20 ആൾക്കാർ ഉണ്ടായിക്കഴിഞ്ഞാൽ. അതാണ് വെറും 2 ആൾ ഉപയോഗിച്ച് നമുക്ക് എന്താ പറ്റുന്നത്, ഇത്രയും കുറച്ച് സമയം കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്. ആ ഒരു അവസ്ഥയിലേക്കാണ് ഇന്ന് ലോകം പോകുന്നത്. ഇതിൽ ഡിസ്റപ്റ്റ് ചെയ്യപ്പെടുന്ന ജോലികൾ എന്താണെന്ന് പറഞ്ഞാൽ, എവിടെയൊക്കെയാണോ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ആവശ്യകത ഇല്ലാതെ വെറും ഡെയിലി ടാസ്കുകൾ വരുന്ന വർക്കുകൾ എവിടെയൊക്കെ വരുന്നുണ്ടോ അവിടെയൊക്കെ ഡിസ്റപ്ഷൻ വരുന്നുണ്ട്. എന്നാൽ എവിടെയാണ് ഡിസ്റപ്റ്റ് ചെയ്യാത്തതെന്ന് മൈക്രോസോഫ്റ്റ് പറഞ്ഞ ജോലികൾ, പ്ലംബർ, ഇലക്ട്രീഷ്യൻ, നഴ്സ്, ഇനി അവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഡിമാൻഡ് അല്ലേ? ചിലപ്പോൾ ഇപ്പം ഇവർക്ക് സ്കോപ്പ് കൂടുകയാണോ ചെയ്യുക? അതാണ് അവർക്ക് ഇനി കൂടുതൽ പൈസ കൊടുക്കേണ്ടത് നന്നാക്കുന്നത്. കാരണം അങ്ങനത്തെ നമ്മുടെ കൈപ്പടിയിൽ വരുന്ന വർക്കുകളാണ്. ഇപ്പം ചാറ്റ് ജി പി ടി അങ്ങനെ എത്ര $20 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം നമുക്ക് ഉപകാരപ്പെടുന്നുണ്ട് നമ്മുടെ ഡെയിലി ടാസ്കുകൾക്ക്.
ഒരാളെ ഒരു റോബോട്ടിനെ വാങ്ങാൻ എന്തായാലും ആൾക്ക് പറ്റില്ല പ്ലംബറിന്. ഇപ്പോൾ പ്ലംബർ, ഇലക്ട്രീഷ്യന് അങ്ങനത്തെ ഫിസിക്കലായിട്ടുള്ള വർക്കുകൾക്ക് ഡിമാൻഡ് ഭയങ്കരമായിട്ട് കൂടും. എന്നാൽ തലച്ചോറ് ഉപയോഗിച്ചുകൊണ്ട് കുറേ സമയമെടുത്ത് ചിന്തിച്ച് റെപ്പിറ്റീവായി ചെയ്യേണ്ട ഒരുപാട് ടാസ്കുകൾ എന്ത് വരുന്നുണ്ട് അവിടെ. AI ഡിസ്റപ്റ്റ് ചെയ്യും. AI ജോലി കളയുന്നല്ല. അപ്പം ഇങ്ങനെയുള്ള ഇപ്പം ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഇതിനുള്ളൊരു സൊല്യൂഷൻ എന്താണ്? നിങ്ങളുടെ ജോലി പോവാതിരിക്കാൻ അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ജോലിക്കാരനാണ് എങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ സൊല്യൂഷൻ എത്രയും പെട്ടെന്ന് AI അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ AI നിങ്ങളുടെ ജോലി കളയില്ല, ബട്ട് നിങ്ങളുടെ അതേ ഫീൽഡിൽ AI ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നവൻ നിങ്ങളുടെ ജോലി നിങ്ങൾ AI ഉപയോഗിക്കുന്നില്ല. AI ജീവിക്കാൻ നമ്മൾ തുടങ്ങേണ്ട കാലമായി. നമ്മൾ അഡാപ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈഗോ വെച്ചിട്ട് കാര്യമില്ല. എക്സാക്ട്ലി. ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പം ഫറാൻ ഭായ്ക്ക് ഒരു കമ്പനിയുണ്ട്. ഫറാൻ ഭായ് ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നൊരു കമ്പനിയാണ്. അപ്പം ഫറാൻ്റെ ബ്രാൻഡിങ് എന്ന സർവീസ് ഫറാൻ ഭായ് ചെയ്യുന്നു. കോമ്പറ്റീഷനുണ്ട്. ഫറാൻ ഭായ് പറയുകയാണ് എൻ്റെ കസ്റ്റമേഴ്സ് എന്നോട് ഭയങ്കര ലോയലാണ്, അവർ ഒരിക്കലും എൻ്റെ അടുത്ത് പോകില്ല എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ കൊടുക്കുന്ന ഇതന്നെ ഞാൻ കൊടുത്താൽ മതി, അവരെൻ്റെ കൂടെ ഉണ്ടാകും എന്ന് പറയുന്നു. അതേസമയം എത്ര ലോയലായാലും 1 വർഷം കഴിഞ്ഞു, 2 വർഷം കഴിഞ്ഞു, നിങ്ങളുടെ കോമ്പറ്റീഷനായി നിങ്ങളുടെ കൂടെ നിൽക്കുന്ന മറ്റൊരു കോമ്പറ്റീഷനായി നിൽക്കുന്ന ഒരാൾ അയാൾ AI ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ കൊടുക്കുന്ന അതേ റിസൾട്ട് അല്ലെങ്കിൽ അതിന് ഏറെ നല്ല റിസൾട്ട് നിങ്ങളുടെ സമയത്തിൻ്റെ ഹാഫ് സമയത്ത് കൊടുക്കുകയാണ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സ് അവർ കഴിക്കും. എത്ര ലോയലാന്ന് പറഞ്ഞാലും അവർക്ക് ഇല്ല, ഒരിക്കലും ലോയൽറ്റിക്കൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. കാരണം എൻഡ് ഓഫ് ദ ഡേ അവർക്ക് റിസൾട്ട് മാറ്ററാണ് എല്ലാവരും, പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ റിസൾട്ട് ഓറിയൻറ്റഡ് ആണ് ആളുകൾ. ഏറ്റവും പെട്ടെന്ന് എനിക്ക് റിസൾട്ട് ഏറ്റവും നല്ല രീതിയിൽ ഒരാളെന്ന് കിട്ടുകയാണെങ്കിൽ അവിടെ അടുത്ത് പോകും. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കിട്ടുന്ന സാധനം ക്വാളിറ്റി ഉണ്ടാവില്ല എന്നുള്ളതാണ്. അങ്ങനെയല്ല, ഇതിൽ ക്വാളിറ്റിയുള്ള സാധനം സമയം എടുക്കുന്നതാണ്. അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ പെട്ടെന്നും ക്വാളിറ്റി ആളുകൾ ഒരു ജീവിക്കുന്ന ഒരു കാലഘട്ടം എല്ലാം ഫാസ്റ്റ് അല്ലേ. ഒരു അറ്റൻഷൻ സ്പാൻ പോലും ഇല്ലാത്ത ആ ഒരു കാലഘട്ടത്തിൽ നമുക്കെല്ലാം പെട്ടെന്ന് കിട്ടണം. ഇപ്പം ഡെലിവറി, ഇപ്പോൾ യുഎയിലൊക്കെ ഡെലിവറി നിങ്ങൾ ആദ്യം എത്ര മണിക്കൂർ എടുക്കുമായിരുന്നു, ഇപ്പം ഓരോ ഡെലിവറി കമ്പനിയുടെ പരസ്യം നിങ്ങൾ നോക്ക്. 20 മിനിറ്റ്സ് തന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ഡെലിവറിൻ്റെ ചാർജ് വേണ്ട, അല്ലെങ്കിൽ ഓഫർ അങ്ങോട്ട് കൊടുത്ത് അത്ര പോലും ഫാസ്റ്റ് ആക്കണം. കാരണം ആൾക്കാർക്ക് സമയമില്ല, ഓപ്ഷൻസ് ഉണ്ട്. ഓരോ മേഖലയിൽ കോമ്പറ്റീഷൻ പറയുമ്പോൾ ഇത് അഡോപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആവും. ഇനിയിപ്പോൾ നമ്മൾ സീനിയേഴ്സിനെ നോക്കുകയാണെങ്കിൽ സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഇപ്പം AI ടെക്നോളജിയോടോ പ്രോപ്പറായിട്ട് അഡാപ്റ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അടുത്ത ജനറേഷനിലേക്ക് അത് അവർക്ക് കൊടുക്കുമ്പോൾ അത് അവർക്ക് ഡബിൾ പണിയിലേക്ക് നമ്മൾ കൊടുക്കുന്നത്. അവരെ വലിയൊരു ബേർഡനാണ് നമ്മുടെ മക്കളിലേക്കും നമ്മുടെ അടുത്ത ജനറേഷനിലേക്ക് നമ്മൾ കൊടുക്കുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ ഒരു 90 കിഡ്സ് അല്ലെങ്കിൽ ഒരു 40 ഏജുള്ള ആളുകൾക്ക് വരെ ഇത് ഈസിലി അഡോപ്റ്റബിൾ ആയിരിക്കും. അല്ലെങ്കിൽ ഒരു 45+ ഉള്ള ആളുകൾ, എസ്പെഷ്യലി നമ്മൾക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഇവിടുത്തെ ഒരു SME സെക്ടറൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ബിസിനസ് ഓൺ ചെയ്യുന്ന ആളുകളുണ്ട്. ഇവരുടെ സ്റ്റാഫ് മാത്രം പഠിച്ചാൽ മതിയോ ഈ AI കുറിച്ച്, അല്ലെങ്കിൽ ഓണേഴ്സ് പഠിക്കണം? ഏതൊരു ഏരിയയിലും ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത് ആരായിരിക്കണം? സ്വാഭാവികമായിട്ടും ഓണർ ആയിരിക്കണം. അതിൻ്റെ ബേസ് ലെവലിൽ ഓണറിന് അറിഞ്ഞിരിക്കണം. എന്താ പറഞ്ഞാൽ ഇതിൻ്റെ എൻഡറിൽ ഇറങ്ങിക്കൊണ്ട് ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കമ്പനീൻ്റെ ഓണർക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് പോലും അറിയില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു പരിധി വരെ അത് പ്രശ്നങ്ങൾക്ക് കാരണം ആളുകൾക്ക് അണ്ടറിൽ നിന്ന് എന്തും പറയാൻ പറ്റും. അപ്പോൾ AI എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളതും AI കൊണ്ട് എത്രത്തോളം ജോബ് എൻ്റെ കമ്പനിയിലെ എംപ്ലോയീസിന് ഈസി ആവുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായാൽ മാത്രമേ എനിക്ക് അതിനനുസരിച്ച് ടാസ്കുകൾ കൂട്ടാനും ഏജൻസിനെ ഡിപ്ലോയ് ചെയ്യാനും പറ്റുള്ളൂ. അപ്പം കസ്റ്റമേഴ്സ് അഥവാ ഞാൻ ഒരു ഓണറാണ് എങ്കിൽ എനിക്ക് എങ്ങനെയാണ് എൻ്റെ AI ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ കമ്പനിയിലത്തെ ആളുകൾക്ക് വർക്ക് കുറക്കാനും സ്ട്രെസ്സ് കുറക്കാനും അതേസമയം തന്നെ കുറഞ്ഞ സമയം കൊണ്ട് കുറഞ്ഞ എഫേർട്ടിൽ കൂടുതൽ റിസൾട്ട്സ് കൊണ്ടുവരാനും സഹായിക്കാൻ പറ്റുന്നുള്ളത് ഞാൻ പഠിച്ചിരിക്കണം. എന്നാൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഒരു വലിയൊരു ടാസ്ക്കാണ് കമ്പനികളെ സംബന്ധിച്ചിടത്തോളം. അപ്പം അവരുടെ മെഷർ ചെയ്യാൻ ഇപ്പം നമ്മൾ ഓരോരുത്തർക്ക് ഇപ്പം ഓരോ എംപ്ലോയിൻ്റെ എക്സാക്ട്ലി പൊട്ടൻഷ്യൽ നോക്കിയിട്ട് മെഷർ ചെയ്യാൻ ചിലപ്പം ഇത്തരം ടൂളുകൾ സാധിക്കും. ഇവിടെ പലപ്പോഴും ഇപ്പം ബോസിനോട് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒരാൾക്ക് ചിലപ്പോൾ പ്രൊമോഷൻ കിട്ടും. അപ്പോൾ പല കമ്പനികളിലും ഉള്ളൊരു സംഭവമായിരിക്കും. അല്ല അവർക്ക് കൂടുതൽ ആനുകൂല്യം കിട്ടുന്നു, അവർക്ക് അതിനേക്കാളും ടാലൻ്റ് ഉള്ള ഇപ്പോൾ അടുത്ത് വന്ന ഒരുപാട് റിസർച്ചുകളൊക്കെ അതുമാതിരി വന്നിട്ടുണ്ടല്ലോ. ഗൂഗിളിൻ്റെ കോ-ഫൗണ്ടർ സെർജി ബ്രൈൻ പറയുന്നൊരു കഥയുണ്ട്. അദ്ദേഹം വെറുതെ ഗൂഗിളിൻ്റെ ഡാറ്റ അവരുടെ കമ്പനി എംപ്ലോയീസിൻ്റെ ഡാറ്റാബേസിൽ ജെമിനിനെ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്, അത് അവർ ഇതിൽ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ആളുകളുടെയും ഡാറ്റ വെച്ച് അവരുടെ വർക്ക് വെച്ച് അവരുടെ വർക്കിൻ്റെ ഹിസ്റ്ററി വെച്ചിട്ട് അവരിൽ ആരാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു സാലറി റൈസ് ഡിസേർവ് ചെയ്യുന്നതെന്ന് പറഞ്ഞൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. മാനുവലി അല്ല, AI ടൂൾ വെച്ചിട്ട് ജെമിനായി വെച്ചിട്ട് ജെമിനാൻ്റെ ഏജൻറ്റിങ് മോഡ് ഓൺ ആക്കിയിട്ട് ജെമിനായി ആണെന്നെ ഓർമ്മ ഏജൻറ്റിനെ ഇട്ടുകൊണ്ട് കംപ്ലീറ്റ് എംപ്ലോയീസ് 1000 കണക്കിന് 10000 കണക്കിന് എംപ്ലോയീസ് ഉണ്ട് ഗൂഗിൾ. അതിനെ മൊത്തം വളരെ കുറച്ച് സമയം കൊണ്ട് 5-10 മിനിറ്റ് കൊണ്ട്
കംപ്ലീറ്റ് സ്ക്രൈപ്പ് ചെയ്ത് അവിടെയുള്ള പൊതുവെ ഇപ്പോൾ പറഞ്ഞല്ലോ കൂടുതൽ ബോസുമായി കണക്ഷനുള്ള ഏറ്റവും കൂടുതൽ എക്സ്ട്രാ കരിക്കുലർ ചെയ്യുന്ന എല്ലാത്തിനും ഓടി നടക്കുന്ന ആളുകളാണ് പൊതുവെ എന്തെങ്കിലും അപ്രീസിയേഷനും റെക്കഗ്നൈസേഷനും എന്നാൽ ഈ അവരെല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആർക്കും വല്ലാണ്ട് അറിയാത്ത ഒരുപാട് സംസാരിക്കാത്ത ഒരു മൂലയിരുന്ന് കോഴി ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ് എന്ത് ചെയ്തിട്ടുള്ളത് ജെമിനി എടുത്തത്. അതെ, HR പോലും അത്ഭുതപ്പെട്ടു. HR മാനേജേഴ്സ് പോലും ഇത് ഞങ്ങൾ വല്ലാണ്ട് ശ്രദ്ധിക്കാത്ത, പക്ഷേ റിപ്പോർട്ട് കൊണ്ടുവന്നപ്പം ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഏറ്റവും പെർഫെക്റ്റ് കോഡിങ്ങും പെർഫെക്റ്റ് റിസൾട്ട്സും കൊണ്ടുവന്നിരുന്നത് ഈ കുട്ടിയാണ് എന്നുള്ളത് ജെമിനി ഡാറ്റ തരികയാണ്. HR മാനേജേഴ്സ് പോലും അത്ഭുതപ്പെട്ടുകൊണ്ട് പിന്നീട് എന്ത് ചെയ്യണം, അവരെ അപ്രൂവ് ചെയ്യുന്നൊരവസ്ഥ ഉണ്ടായി. സോ അവർക്കാണ്, ആരും കാണാത്ത ഒരാൾക്കാണ് റേസ് കിട്ടിയത്. സോ ടോട്ടലി ഡിസേർവിങ് ആയ ആളുകൾക്ക് എന്ത് കിട്ടുന്നുണ്ട്, ഈ ബയസ്നെസ്, പൊളിറ്റിക്സ്. ഒരു മാനേജറെ സംബന്ധിച്ചിടത്തോളം ആ മാനേജറിൻ്റെ ഏറ്റവും വലിയ തലവേദനകളൊന്നും എന്താ, സ്റ്റാഫിനെ മാനേജ് ചെയ്യണം. അതിൻ്റെ ഉള്ളിൽ പൊളിറ്റിക്സ് ഉണ്ടാകും, അതിൻ്റെ ഉള്ളിൽ പ്രശ്നങ്ങളുണ്ടാകും, അതിൻ്റെ ഉള്ളിൽ വിഷമങ്ങൾ, ഈഗോസ് ഉണ്ടാകാം. അവർ വർക്ക് കൊടുത്താൽ പ്രോപ്പറായി ചെയ്യൂല, അതിൻ്റെ ടാസ്ക് ഓരോന്നും പിന്നെ സംസാരിച്ചുകൊണ്ടിരിക്കണം. ഇങ്ങനെ പല എംപ്ലോയി എറേഴ്സ്, ഹ്യൂമൻ എറേഴ്സ് കാരണമാണ് ഏറ്റവും കൂടുതൽ കസ്റ്റമർ പ്രോബ്ലംസ് ഉണ്ടാവില്ല, കസ്റ്റമേഴ്സ് പ്രശ്നം ഉണ്ടാവില്ല. ഇതെല്ലാം എന്ത് ചെയ്യാണ്, ഇങ്ങനത്തെ തലവേദനയുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ അടുത്ത് നടന്നൊരു പഠനത്തിൽ പറയുന്നത് 2030 ആകുമ്പോഴേക്ക് 85% കമ്പനികളിലെയും ഏതൊരു എൻ്റർപ്രൈസ് കമ്പനിയിലും 85% എംപ്ലോയീസും ഏജൻസായി മാറാണ്. അഥവാ ഒരു HR എന്നൊരു ഫീൽഡ് വരാന്നുണ്ടെങ്കിൽ HR ഒരു IBM കഴിഞ്ഞ ഈ ഇടയായിട്ട് 8 മാസം മുന്നേ IBMൻ്റെ ന്യൂസ് വന്നത്, IBM 13,000-ഓളം വലിയൊരു സംഖ്യ ആളുകളെ HR എംപ്ലോയീസിനെ ഫയർ ചെയ്തു. കാരണം HR എന്ന ഏരിയനെ എഫക്റ്റ് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് HR വർക്കും വളരെ റിപ്പറ്റീവായ ടാസ്കുകളാണ്. ഈ റിപ്പറ്റീറ്റീവായിട്ട് ഒരുപാട് തലച്ചോറ് ഉപയോഗിക്കേണ്ടതില്ലാത്ത ടാസ്കുകളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, റീപ്ലേസ്. എനിക്കൊന്ന് കമ്പനിക്ക് വലിയൊരു പ്രൊഡക്ടിവിറ്റി ആണെങ്കിൽ കൂടുകയും ചെയ്യാണ്, കോസ്റ്റ് കുറയും. ഇപ്പം ഞങ്ങളിപ്പം ഈ റീസെൻ്റ്ലി ഇപ്പം AI ബന്ധപ്പെട്ടിട്ട് ഗൂഗിൾ പിള്ളൈ AIയുടെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. AIയിൽ കേരളത്തിൽ വലിയൊരു തരം കയറ്റുണ്ട് അവരുടെ വീഡിയോ. അവർ പറയുന്നത് ഇപ്പം ഒരു കൊമേഴ്ഷ്യൽ ആഡ് ഇറക്കുകയാണെങ്കിൽ 1/3 ആണ് ഇപ്പോൾ കോസ്റ്റ് വരുന്നുള്ളൂ, ടൈമും എത്രയോ ലാഭമാണ്. 1/3 ടൈമാണ്, 1/3 കോസ്റ്റ് ഉണ്ട്. ഇപ്പം ഇനി അത് വീണ്ടും അത് കുറയാനും കൂടുതൽ ആളുകൾക്ക് ഒബ്വിയസ്ലി ഇപ്പം തന്നെ എനിക്ക് തോന്നുന്നു എല്ലാ ആളുകളും അത് ആ ഒരു അഡ്വർടൈസ്മെൻറ്റ് കൊമേഴ്ഷ്യൽ ആണെങ്കിലും അല്ലെങ്കിൽ ഈവൻ ഇൻഫ്ലുവൻസേഴ്സ് വരെ ഇപ്പം ദുബായിലൊരു ട്രെൻഡിങ്, ഇപ്പം റീസെൻ്റ്ലി ഒരു AI ബീപ്പാത്ത് എന്ന് പറഞ്ഞിട്ടൊരു അവതാറുണ്ട്. ലൈക്ക് ഒരു AI നന്നായിട്ട് ഇപ്പം ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ടിനെ സംസാരിച്ചപ്പോൾ ഓൾറെഡി അവർക്ക് പേയ്മെൻറ്റ് കൊടുത്തിട്ട് ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്, നല്ല റിസൾട്ട് ഉണ്ട്, അത്യാവശ്യം നല്ല ഓർഗാനിക് റിസൾട്ട് വരെ വന്നിട്ടുണ്ട്. സോ ആ ഒരു കാലഘട്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വർക്കിലല്ല ഐഡിയാസിനാണ് ഇമ്പോർട്ടൻറ്റ്. ക്രിയേറ്റീവ് ഫീൽഡിലൊക്കെ എന്താണെങ്കിലും ഇനി എന്താ വേണ്ട ആൾക്ക്, നിങ്ങൾക്ക് എന്തൊരു സാധനവും വെറും ടൈപ്പിങ്ങിൽ വെറും കുറച്ച് പ്രോംപ്റ്റ്സ് കൊടുത്ത് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ അത് നിങ്ങൾ എത്ര ഭംഗിയായിട്ടാണ് നിങ്ങൾ തലച്ചോറിൽ കാണുന്നത്. ഈ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ആണോ ഇനി നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എങ്ങനെയാണ്? ഞാൻ ഒരു കാര്യം പെട്ടെന്ന് പറയാം. HR എന്ന വിഷയം ഞാൻ പറഞ്ഞ സമയത്ത് ഞാൻ അതുകൊണ്ട് ഉദ്ദേശിച്ചത് HR എന്ന ജോലിക്ക് റെലവൻസ് ഇല്ല എന്നല്ലല്ലോ കേട്ടോ. പക്ഷേ HR എന്നുള്ള ജോലി പലപ്പോഴും ഹ്യൂമൻ സെൻട്രിക് ആയതുകൊണ്ട് തന്നെ ടാസ്കുകൾ ഒരുപാട് ഉണ്ട് എന്ന് മാത്രമല്ല, ഒരുപാട് ആൾക്കാർ എൻ്റെ പിന്നിൽ വർക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട്. അതിന് പകരം കുറച്ച് ആളുകൾ എല്ലാവരും റീപ്ലേസ് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. അത് മാനേജ് ചെയ്യാനും അല്ലെങ്കിൽ അതിന് ഏറ്റവും ടാലൻ്റ് ഉള്ളതും ഇത് ഈ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുന്ന ആളുകൾ അതിജീവിക്കും, അതിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഈ എന്താ പറയുക, ഇങ്ങനെ ഒപ്പിച്ചൊപ്പിച്ച് പോകുന്ന ആളുകളുണ്ടാകുമല്ലോ, ഒരു വലിയൊരു കൂട്ടത്തിൻ്റെ ഇടയിൽ, ഇപ്പം നമ്മൾ പറയാം വലിയ പ്രകടനത്തിൻ്റെ ഇടയിൽ കയറിയിട്ട് ഇങ്ങനെ ഒത്തൊപ്പിച്ച് നിന്നങ്ങ് പോകുന്ന ആൾക്കാരുടെ ഒഴുക്കിൽ പോകുന്ന ആളുകൾക്കൊക്കെ പണി കിട്ടാൻ ഞാൻ അങ്ങനത്തെ ആളുകൾ തന്നെയാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനത്തെ ആളുകളെയാണ് ഇത് റിപ്ലേസ് ചെയ്യുകയും ചെയ്യുന്നത്. കാരണം നിങ്ങൾ AI ഉപയോഗിച്ചോ, നിങ്ങൾ HR-ലാണോ, ഓപ്പറേഷൻസിലാണോ, നിങ്ങൾ സെയിൽസിലാണോ, എവിടെ ആയാലും നിങ്ങൾ AI ഉപയോഗിക്കുന്ന നല്ല രീതിയിലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് അതിൻ്റെ റിസൾട്ട്സ് നമ്മൾ പറഞ്ഞ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗിലേക്കാണ് നമ്മൾ വന്നത്. പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്താണ്? പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്നോട് ചോദിച്ചാൽ ഇപ്പം നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ട ഈ ഒരു വരുന്ന കാലഘട്ടത്തിൽ ഒരാൾക്ക് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും നല്ല സ്കില്ലുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഞാൻ പറയും, ഒന്ന് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്. കമ്മ്യൂണിക്കേഷൻ 2 തരമുണ്ട്. ഒന്ന് ഹ്യൂമൻ ഇൻറ്ററാക്ഷൻ കമ്മ്യൂണിക്കേഷൻ. ഇപ്പോഴത്തെ പുതിയ തലമുറക്ക് തീരെ പറ്റാത്തൊരു സാധനമാണ് ആളുകളുമായി കണ്ണോട് കണ്ണ് ചേർന്ന് അല്ലെങ്കിൽ നോക്കി സംസാരിക്കാൻ പറ്റുക എന്നുള്ളത്. സ്ക്രീനിലാണ് എല്ലാവരും ഉള്ളത്. അപ്പം കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കമ്മ്യൂണിക്കേഷൻ ഒന്ന് ഹ്യൂമൻസിനോട്, 2 മെഷീനുകളോട് AI സംസാരിക്കാൻ പറ്റുന്നതാണ് വേറെ തന്നെ കഴിയുക. അത് പറഞ്ഞാൽ നമുക്കൊരു നല്ല രീതിയിലൊരു മാനേജർ ആയിക്കൊണ്ട് എൻ്റെ എംപ്ലോയീസിനോട് എനിക്ക് പ്രോപ്പറായി ക്ലിയറായി സംസാരിക്കാൻ പറ്റുന്ന ഒരാളാണ് ഞാനെന്നുണ്ടെങ്കിൽ ആ സംസാരം മതി സത്യം പറഞ്ഞാൽ
സംസാരിക്കാൻ. ആ സംസാരിക്കാൻ പോലും ആളുകൾക്ക് അറിയാത്തതുകൊണ്ടാണ് ഇതിനെ വലിയ ടേമിൽ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്നൊക്കെ വിളിക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ തന്നെ ആൾക്കാർക്ക് പേടിയാവും. പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ലൈക്ക് അതെ, നമ്മൾ ഇപ്പം നേരത്തെ പറഞ്ഞ ആളുകൾക്കൊക്കെ പേടിയാണ് ഈ ലൈക്ക് ഈ ഇതേപോലെ AI എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ വലിയൊരു വിദ്യാഭ്യാസമുള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ അത്യാവശ്യം എന്തെല്ലോ ടെക്നോളജിയും ഇതിലെന്തെല്ലോ കോഡിംഗ് ഒക്കെ വരുന്നുണ്ടെന്നുള്ളൊരു പേടിയുണ്ട് ആളുകൾക്ക്, പ്രത്യേകിച്ച് ഇത്തരം ടെക്നിക്കൽ ടേംസ് ഒക്കെ കേൾക്കുമ്പോൾ ഒരു എക്സാക്ട്ലി. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം. അതാണ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ വാക്ക് ഇവിടെ അതിൻ്റെ ഒരു എഞ്ചിനീയറിംഗ് പെടുന്നത് പറഞ്ഞാൽ പണ്ടൊക്കെ എഞ്ചിനീയർ ആണല്ലോ മെക്കാനിക്കൽ എഞ്ചിനീയർ, ഇലക്ട്രോണിക് എഞ്ചിനീയർ, ഇലക്ട്രിക്കൽ, സോഫ്റ്റ്വെയർ, ഇതൊക്കെ പറഞ്ഞാൽ വലിയ വലിയ വാക്കുകളാണ്. ഇന്ന് 4 ദിവസം കൊണ്ട് പഠിക്കാനുള്ള സാധനമേ ഉള്ളൂ എന്ത് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ. പൊതുവെ വളരെ സിമ്പിളായി 4 ദിവസം വേണ്ട, ഒരു 3 മണിക്കൂർ ഇരുന്ന് പഠിക്കാവുന്ന സാധനമേ ഉള്ളൂ. അപ്പോൾ ഇത് കാണുന്ന ആളുകളിൽ പലർക്കും സംശയം, നമുക്ക് എല്ലാവർക്കും വേണ്ട ഒരു സംഭവമാണ് ഇത് പഠിക്കുക എന്നുള്ളത്. എന്താണ് അവർ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആസ് എൻ എക്സ്പെർട്ട് എന്തെങ്കിലും ഒരു ടൂൾസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഐഡിയ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും? സിമ്പിൾ ആയിക്കൊണ്ട് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് പഠിക്കാൻ ഏറ്റവും ബെസ്റ്റ് പരിപാടി എന്നോട് ചോദിക്കാന്നുണ്ടെങ്കിൽ ഞാൻ പറയാം അത് ChatGPT ചോദിക്കാനാണ്. അല്ലെങ്കിൽ നിങ്ങളെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യേണ്ടി വരും. ഏറ്റവും ബേസിക് ആയി പറയാന്ന് പറഞ്ഞാൽ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എങ്ങനെ ചെയ്യണം എന്നുള്ളത് എനിക്കിതാണ് വേണ്ടത്. എനിക്ക് ഒരു എസ്സേ വേണം, ഇന്നൊരു ടോപ്പിക്കിൽ എനിക്ക് എസ്സേ വേണം. ആ എസ്സേയിൽ എനിക്ക് വേണ്ടത് അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സാധനം കിട്ടണം. ഇത് ഏറ്റവും നല്ല രീതിയിൽ നിനക്ക് തരണം എന്നുണ്ടെങ്കിൽ, ChatGPT ഉത്തരം തരണം എന്നുണ്ടെങ്കിൽ എന്ത് ബെസ്റ്റ് പ്രോംപ്റ്റ് ആക്കി തരാൻ പറ്റാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ChatGPT കുറച്ചുകൂടി ബെസ്റ്റ് പ്രോംപ്റ്റ് തരും. ആദ്യം നമ്മളോട് 2-3 ക്വസ്റ്റ്യൻസ് ചോദിക്കും. നിങ്ങൾ പ്ലസ് യൂസർ ആണെന്നുണ്ടെങ്കിൽ തിങ്കിങ് മോഡ് ഓൺ ആക്കുക. തിങ്കിങ് മോഡ് ഓൺ ആക്കി കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, തിങ്ക് ചെയ്തിട്ട് നമ്മോട് 4-5 റിസർച്ച് മോഡ് ഓൺ ആക്കിയാൽ റിസർച്ച് ഓൺ ആക്കി നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ 3-4 ക്വസ്റ്റ്യൻസ് ചോദിക്കും. ആ ക്വസ്റ്റ്യൻസിന് ഉത്തരം കൊടുത്തതിന് ശേഷം അത് ഭംഗിയായിട്ട് നമുക്ക് എന്തെങ്കിലും പ്രോംപ്റ്റ് തരും. ആ പ്രോംപ്റ്റ് ഒരു പുതിയ ചാറ്റ് ഓൺ ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക. വളരെ നല്ല രീതിയിൽ. ഇതിൽ നിങ്ങളിപ്പോൾ 3 കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ, നിങ്ങൾ പറഞ്ഞു ഇപ്പം പലപ്പോഴും നമ്മൾ ChatGPT ഉപയോഗിക്കുന്ന പലരും ശ്രദ്ധിക്കാത്ത കാര്യങ്ങളാണ് ഈ തിങ്കിങ് മോഡ് ഓൺ ആക്കുക, റിസർച്ച് ചെയ്യുക, അല്ലെങ്കിൽ ന്യൂ പ്രൊജക്റ്റ് ഓൺ ചെയ്യുക. ഇങ്ങനത്തെ കുറച്ച് ചെറിയ കാര്യങ്ങൾ പോലും എനിക്കൊന്നും പലർക്കും അറിയില്ല. നമ്മൾ ഓരോന്നും ഇങ്ങനെ ചെയ്ത് എക്സ്പെരിമെൻറ്റ് നടത്തുമ്പോഴാണ് പറ്റുള്ളൂ ഇതൊക്കെ കണ്ടുപിടിക്കുക. അപ്പം ഈ മോഡലിലേക്ക് പ്രോംപ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ChatGPT ഫസ്റ്റ് നമ്മൾ എടുത്തതിന് ശേഷം വീണ്ടും ന്യൂ ചാറ്റ് ഓൺ ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് കിട്ടും അല്ലേ? എക്സാക്ട്ലി. ന്യൂ ചാറ്റ് ഓൺ ആക്കാനുള്ള കാരണം ടോക്കൺസ് റിന്യൂ ആയി കഴിഞ്ഞിട്ടില്ലാണെങ്കിൽ ആൻസർ ഭയങ്കര ജനറിക് ആവും. അതുകൊണ്ടാണ് അത് ആൾക്കാർക്ക്. നിങ്ങൾ ഏതായാലും ChatGPT ഉപയോഗിക്കുന്ന ആളുകൾക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞു കൊടുക്കണം. വളരെ അവർക്ക് അതിങ്ങനെ എഫക്റ്റീവായിട്ട്, എല്ലാവരുടെ ChatGPT ഉണ്ട്, ChatGPT കുറച്ച് ഉപയോഗിക്കുന്നു, പിന്നെ അതിൻ്റെ പീരീഡ് കഴിയുന്നു, അല്ലെങ്കിൽ കുറച്ച് നെക്സ്റ്റ് ലെവലിലേക്ക് പോയിട്ട് അവർ പെയ്ഡ് വേർഷനിലേക്ക് എല്ലാവരും മാറുന്നു. പക്ഷേ ഈ പെയ്ഡ് വേർഷനിൽ തന്നെ കംപ്ലീറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ എനിക്കൊന്നൊരു 20% ആൾക്കാർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അത് എന്താണ് ചെയ്യേണ്ടത്? കൂടുതൽ ആളുകളും ChatGPT പ്ലസ് വാങ്ങാനുള്ള കാരണം എന്താ പറഞ്ഞാൽ അവർ പറഞ്ഞ പോലെ അവർ കുറേ ഉപയോഗിച്ചിട്ട് മെമ്മറി കഴിയും. പിന്നെ മെമ്മറി ഇതാക്കാന്ന് പറയുമ്പോൾ പിന്നെ പ്ലസ് വാങ്ങേണ്ട അവസ്ഥ വരും. പക്ഷേ പ്ലസ് എന്ന് പറഞ്ഞാൽ വെറും മെമ്മറി കൂടുതലുണ്ടെന്നല്ല മാത്രമല്ല, പ്ലസ്സിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. എത്ര പേർക്ക് അറിയാം പ്ലസ്സിൽ നമുക്ക് ന്യൂ പ്രൊജക്ട്സ് ഓൺ ആക്കാൻ പറ്റും. ഓരോ പ്രൊജക്റ്റിനും നമുക്ക് ഓരോ സ്ഥാനം, ഇപ്പോൾ ഓരോ AI ഏജൻറ്റ് ആയിക്കൊണ്ട് നമുക്ക് എന്തിനു പറ്റും, ആ പ്രൊജക്റ്റിന് നമ്മൾ പ്രോപ്പറായി ഇൻസ്ട്രക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രൊജക്റ്റ് എന്ത് ചെയ്ത് നമ്മൾ എന്ത് ഇൻപുട്ട് കൊടുത്താലും അതിനെ നമ്മൾ എന്ത് സ്ഥാനമാണ് അതിന് കൊടുത്തിട്ടുള്ളത് അത് വെച്ച് ഉത്തരം തരും. ഒരു കമ്പനിയിലെ ഓപ്പറേഷൻസിലേക്കാണ് ഏറ്റവും ഭംഗിയായി ഉപയോഗിക്കാൻ പറ്റുക. ഏതൊരു ഓപ്പറേഷൻ നോക്കിയാണ്, ഓപ്പറേഷൻസ് ആവട്ടെ, കസ്റ്റമർ സർവീസ് ആവട്ടെ, ഒരുപാട് എംപ്ലോയീസിന് വെക്കുന്ന ഒരു ഏരിയയാണ് കസ്റ്റമർ സർവീസ് എന്നത്. ഇപ്പോൾ ഫറാൻ ഒരു കസ്റ്റമർ സർവീസിൽ ഒരു ഏജൻറ്റാണെന്ന് വിചാരിച്ചോളൂ. ഫറാൻ ഒരു ദിവസം ഒരു 10 ടാസ്ക് ഉണ്ടെന്ന് വിചാരിക്കുക. ആ 10 ടാസ്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അറിഞ്ഞോ അറിയാതെയുള്ള 10 ടാസ്കുകളിൽ 6 എണ്ണം റെപ്പിറ്റേറ്റീവ് ആയിരിക്കും. അതിങ്ങനെ കുറേ ചെയ്തുകൊണ്ടിരിക്കുന്ന ടാസ്കുകളായിരിക്കും, എന്നും സെയിം തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ടാസ്ക്. 2 എണ്ണം ഡിസിഷൻ ബേസ്ഡ് ആയിരിക്കും, തിങ്കിങ് ഉപയോഗിച്ച് ഡിസിഷൻ ഉപയോഗിച്ച് ചെയ്യേണ്ട ഏരിയാസ് ആയിരിക്കും. 2 എണ്ണം ഹ്യൂമൻ ടച്ചും ഹ്യൂമൻ ഇമോഷൻസും ഇൻവോൾവ് ചെയ്യുന്നതാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ സ്ഥിരം സ്കെഡ്യൂളിങ് ചെയ്യുന്നത്, സ്ഥിരം ടാസ്കുകൾ ഇതായത് ഫോളോ അപ്പ് ചെയ്യുന്നത്, കോളുകൾ ട്രാക്ക് ചെയ്യുന്നത്, അതിലുള്ള ടൈപ്പ് ചെയ്യുന്നത്, ഇതൊക്കെ എന്താണ്, കോളിൽ എന്താണോ പറഞ്ഞത് അത് ടൈപ്പ് ചെയ്തിട്ട് മാറ്റി, ഇതൊക്കെ നമുക്ക് കുറേ സമയം എപ്പോഴും ചെയ്യുന്ന സാധനമാണ്. ഇതൊക്കെ AIക്ക് റിപ്ലേസ് ചെയ്യാൻ പറ്റും. അടുത്തത് വരുന്നത് ഡിസിഷൻ എന്നുള്ള ഏരിയയാണ്. ഇത് പറഞ്ഞാൽ പലപ്പോഴും നിങ്ങൾ കുറച്ച് കോംപ്ലക്സ് ടാസ്കുകൾക്ക് ഇതിനെ ഇങ്ങനെ ചെയ്താൽ എന്ത് ചെയ്യണം എന്നുള്ളത്, ഒരു കസ്റ്റമർ ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട്, അതിന് എവിടേക്ക് റീഡയറക്റ്റ് ചെയ്യണം, അങ്ങനത്തെ ഏരിയാസ് വരുമ്പം അത് തിങ്കിങ് ആവശ്യമുള്ള ഏരിയയാണ്. ഈ ഏരിയാസിലേക്ക് നമുക്ക് AIനെ ഉപയോഗിക്കുന്നതിനേക്കാളും AIനെ അസിസ്റ്റൻ്റായി ഉപയോഗിക്കാം, നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി AIനെ ഉപയോഗിക്കാം. ലാസ്റ്റ് ഏരിയയാണ് ബാക്കി 2 ഏരിയ. ഹ്യൂമൻ ഇമോഷൻസ് വരുന്ന, ചിലപ്പോൾ ഒരു കസ്റ്റമർ വളരെ ആംഗ്രി ആയിട്ട് ഇമോഷണലായി വിളിക്കുമ്പോൾ അതിനെ മനസ്സിലാക്കിക്കൊണ്ട് വേണ്ട രീതിയിൽ ആ ടച്ചിങ് ആയിക്കൊണ്ട് സംസാരിക്കാനും
ഇനി അല്ലാണ്ടെങ്കിൽ ഒരു 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 ആ കസ്റ്റമർ ഒരു ക്രൈസിസ് മാനേജ് ചെയ്യാൻ ക്രൈസിസ് മാനേജ് ചെയ്യാനുള്ളത് അത് AI കൊണ്ട് കഴിയില്ല. അവിടെ ഹ്യൂമൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഫുള്ളി വേണം. ഇവിടെ പാർഷ്യൽ ഇൻവോൾവ്മെൻറ്റിലാണ് ലാസ്റ്റ് 2 പറഞ്ഞത് തിങ്കിങ് ഉള്ളത്. ഫുൾ ഇൻവോൾവ്മെൻറ്റാണ് ഫുള്ളായിട്ട് AIക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്ന ടേക്ക് ഓവർ ചെയ്യാൻ പറ്റുന്ന എന്ത് ടാസ്കുകൾ എന്നുള്ളത്, പല റെപ്പിറ്റീവ് ടാസ്കുകൾ. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഓൾറെഡി ഇപ്പോൾ ERPയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പോലെ തന്നെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ചുകൂടി ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും? ERP എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ മോണിറ്ററിങ്, ഒരു ഡിജിറ്റലൈസേഷൻ ഇതാണ്. അഥവാ ഒരു സാധനം ഞാൻ പേപ്പറിൽ ചെയ്യുന്ന, ഞാൻ വിളിച്ച് സംസാരിക്കുന്ന, ഞാൻ എല്ലാത്തിനും വിളിച്ചുകൊണ്ട് എന്തായി, ഇതെവിടെ എത്തി, ഇത് ഫോളോ അപ്പ്, അതാണ് അങ്ങനത്തെ വർക്കുകളാണ് ERP ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇതിൽ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ ചെയ്തു എന്ന് പറയുന്നു, അത് എല്ലാവർക്കും മോണിറ്റർ ചെയ്ത് നോക്കാൻ പറ്റും, അറിയാൻ പറ്റും. അതിനുള്ള ഒരു പ്രോപ്പർ ഒരു കമ്പനിയുടെ സിസ്റ്റം വർക്ക് ചെയ്യുന്ന സാധനമാണ് ERP. അഥവാ ഒരു പരിധി വരെ ഓട്ടോമേറ്റഡ് ആണ് എന്തുള്ളത് ERP എഴുതുന്നത്. AI എന്ന് പറഞ്ഞ സാധനം ഓട്ടോണോമസ് ആണ്. അഥവാ നമ്മൾ ഇൻവോൾവ്മെൻ്റ് ഇല്ലാതെ കാര്യങ്ങൾ നടക്കുന്ന ഒരവസ്ഥ. അതായത് ഇപ്പോൾ ഒരു ബിസിനസ് ഓണർ വേണ്ട അയാൾ സംസാരിക്കേണ്ട സമയത്ത് അയാൾ ഡിസിഷൻ മേക്കിങ്ങിനെ പോലും റീപ്ലേസ് ചെയ്യാൻ AI പറ്റും. ഇല്ല, ഡിസിഷൻ മേക്കിംഗ് എപ്പോഴും എന്തുവാണ്. അല്ല, ഇപ്പം AI ലൈക്ക് ഇന്നൊരു കേസ് വരികയാണെങ്കിൽ ഇന്നെന്ന് ചെയ്തു എന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയാണെങ്കിലോ? എക്സാക്ട്ലി അങ്ങനെ ചെയ്യാൻ പറ്റും. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ തരാം. നമ്മൾ കോൾ സെൻറ്ററുകൾക്ക് 500,000 എംപ്ലോയീസിനെ വെച്ചുകൊണ്ട് വലിയ വലിയ ബിൽഡിങ്ങുകൾ എടുത്തുകൊണ്ടാണ് എന്തെങ്കിലും ആളുകൾ കോൾ സെൻറ്ററിൽ ബിൽഡ് ചെയ്യുക. ഈ കോൾ സെൻറ്ററുകൾ ചെയ്യുന്ന എന്താണ്, സ്ഥിരം കസ്റ്റമേഴ്സ് വിളിക്കുന്നു, അവരുടെ കസ്റ്റമർ എൻക്വയറി ചെയ്യുന്നു, ആ എൻക്വയറി പ്രശ്നം എന്താണെന്ന് തിരിച്ചറിയുന്നു, എന്നിട്ട് അതിനുള്ള സൊല്യൂഷൻ കൊടുക്കുന്നു. 90 അല്ലെങ്കിൽ 80% ഓഫ് കസ്റ്റമർ സർവീസും FAQ ആണ്, ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ്. ചില ആളുകൾക്ക് എന്ത് ചെയ്യണം, അതുകൊണ്ടാണ് അവർ 1 പ്രസ് ചെയ്യും, 2 പ്രസ് ചെയ്യും, 3 പ്രസ് ചെയ്യുന്നു. പല കമ്പനിയിൽ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ എന്താ പറയും, ഇന്നതിന് കസ്റ്റമർ സർവീസിലേക്ക് ഒന്ന് അമർത്തുക, HR-ലേക്ക് 2 അമർത്തുക, കംപ്ലയിൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ 3 അമർത്തുക എന്ന് പറഞ്ഞിട്ട് ഓരോ ഓപ്ഷൻസ് ഉണ്ടാവുമല്ലോ. ഇതൊക്കെ ഒരുപാട് ആളുകൾക്ക് ഭയങ്കര ഫ്രസ്ട്രേറ്റിംഗ് ആയ സാധനങ്ങളാണ്. ഇതിന് പകരം എന്ത് ചെയ്യാണ്, ഒരാൾ കോൾ ചെയ്യുന്നു, ഒരു കോൾ ചെയ്യുമ്പോൾ തന്നെ അപ്പുറത്തുനിന്ന് ഒരാൾ എന്ത് ചെയ്യുന്നു, ഒരു 5 സെക്കൻഡിനുള്ള ഒരാൾ ഫോൺ എടുക്കുന്നു. ആ ഫോൺ എടുക്കുന്ന ആൾ കസ്റ്റമർ സർവീസ് ഏജൻറ്റ് ആയിക്കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവരോട് സംസാരിക്കുന്നു, അവരുടെ എല്ലാ പ്രശ്നങ്ങളും അറിയുന്നു, അവരുടെ കാര്യങ്ങൾ ചോദിച്ചറിയുന്നു. എന്നിട്ട് ആ ചോദ്യത്തിന് പ്രശ്നം എന്താണെന്ന് അറിഞ്ഞു ഉടനെ എന്ത് ചെയ്യുന്നുണ്ട്, അത് ആരിലേക്കാണോ റീഡയറക്റ്റ് ചെയ്തത് അവർക്ക് റീഡയറക്റ്റ് ചെയ്ത് സൊല്യൂഷനിലേക്ക് എത്തിക്കുന്നു. എക്സാക്ട്ലി, നേരെ സൊല്യൂഷൻ എത്തുന്നു. ആ സൊല്യൂഷൻ എന്ത് ചെയ്യുന്നു, ആ HR-ൽ ആരാണോ വെച്ചിട്ടുള്ളത്, ഇപ്പം ഈ ഫസ്റ്റ് എടുത്ത ആളുണ്ടല്ലോ അതൊരു AI ആണ്. ഇനി ഈ AI റീഡയറക്റ്റ് ചെയ്യുന്നത് ഒരു HR എംപ്ലോയിയിലേക്കോ അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻസിൻ്റെ ആളിലേക്കോ അല്ലെങ്കിൽ കസ്റ്റമർ സർവീസിലേക്കോ ആയിരിക്കാം. ഒരു അഡ്മിൻ്റെ റോള് ചെയ്യാണ് ചെയ്യുന്നത്. എന്നാൽ ഇനി അടുത്ത റോൾ എന്ത് ചെയ്യാണ്, അഡ്മിൻ്റെ റോളും കസ്റ്റമർ സർവീസിലെ ആളും AI തന്നെ ആണെന്ന് വിചാരിച്ചു നോക്കി. അദ്ദേഹത്തിൻ്റെ എൻക്വയറീസ് മൊത്തം മനസ്സിലാക്കി, അതിനനുസരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുന്നു, ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 10 കസ്റ്റമർ സർവീസ് ഏജൻ്റ് ഒരു കമ്പനിയിൽ ഒരൊറ്റ ആളെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് ആക്കൽ എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ 10ഓളം AI ഏജൻറ്റ് അഥവാ ഒരു വോയിസ് ഏജൻറ്റ് ഫോണുകളെല്ലാം എടുക്കുന്നു, എന്നിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, പറ്റുമെങ്കിൽ ആ ഉള്ളിലുള്ള FAQ വെച്ച് ആൻസേഴ്സ് മൊത്തം കൊടുക്കുന്നു. അതിനപ്പുറമുള്ള ചോദ്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഒരു ഏജൻറ്റ് നിങ്ങളെ വിളിക്കുമെന്ന് പറയുന്നു. എന്നിട്ട് ബാക്ക് എൻഡിൽ എന്ത് ചെയ്യുന്നു, ആ ഇൻഫർമേഷൻ മൊത്തം കൊടുത്തുകൊണ്ട് ഏജൻറ്റ് എത്തിച്ചേർക്കുന്നു. ഇത് ആൻസേർഡ് അല്ല, അതുകൊണ്ട് നിങ്ങൾ ഇതിനെ ഫോളോ അപ്പ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഡീറ്റെയിൽസ് മൊത്തം വാങ്ങിയിട്ട് കൊടുക്കുന്നു. ഇതെന്തായി, ഒരു 10, 20, 30 കസ്റ്റമർ സർവീസ് ഏജൻസിനെ വെക്കുന്നതിന് പകരം ഇപ്പം 1, 2 ആൾ വെച്ചാൽ മതി. അവരുടെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ ആകെ എന്താണുള്ളത്, ഇതുവഴി ആൻസർ കൊടുക്കാൻ AI കസ്റ്റമർ സർവീസ് ഏജൻറ്റ് ആൻസർ കൊടുക്കാത്ത ചോദ്യങ്ങൾക്ക് AI കസ്റ്റമർ സർവീസിനെ പറയും, ഞാൻ ഏജൻറ്റിലേക്ക് വിടുന്നു പറയും. ഏജൻറ്റിലേക്ക് എല്ലാ ഡാറ്റയും അവർ തമ്മിലെ കോൺവെർസേഷൻ മൊത്തം ട്രാൻസ്ക്രൈബ് ചെയ്തുകൊണ്ട് അതിനെ സമ്മറൈസ് ചെയ്ത് ചെറുതാക്കി അതിൽ നിന്ന് കിട്ടിയ ഡീറ്റെയിൽസ് വെച്ചുകൊണ്ട് അതിലുള്ള അതിൻ്റെ സമ്മറി എന്തായിരുന്നു, കംപ്ലയിൻറ്റ് എന്തായിരുന്നു, ആരാണ് വിളിച്ചത്, അവരുടെ ഫോൺ നമ്പർ എന്താണ്, അവരെ തിരിച്ച് വിളിക്കേണ്ടത് ഇത്ര സമയം കൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് സാധനം കൊടുക്കുന്നു. അപ്പോൾ എന്തായെന്ന് പറഞ്ഞാൽ ഫീലിംഗ് ഓഫ് അക്നോളജ്മെൻറ്റ് വന്നു. കസ്റ്റമർ എന്തായി, എന്നെ കേൾക്കാൻ ആളുണ്ട്. പല കസ്റ്റമേഴ്സും പ്രശ്നം, വലിയ വലിയ കമ്പനീസ് വിളിക്കുമ്പോൾ ഇപ്പോഴും കുറേ നേരം വെയിറ്റിംഗ് കസ്റ്റമർ സർവീസിൽ ഈ 1, 2, 3 അടിക്കുന്നു. എന്നിട്ട് അവർ കസ്റ്റമർ റിപ്രസെൻറ്റേറ്റീവ് ഇസ് ബിസി റൈറ്റ് നൗ 10 minutes 15 minutes ആണ്, എങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിക്കും. എന്നിട്ട് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക. ഈ ഒരു അവസ്ഥ കംപ്ലീറ്റ്ലി ഒഴിവാക്കാൻ പറ്റും. സെയിൽസിലും ഇത് പ്രാക്ടിക്കലല്ലേ? സെയിൽസിന് സെയിൽസ് ഏജൻസ് വരുമ്പോൾ സെയിൽസ് ഏജൻസ് ചെയ്യുന്ന ഒരുപാട് കമ്പനീസ്, റിയൽ എസ്റ്റേറ്റ് പോലത്തെ മേഖലകളിൽ ഇത് പ്രാക്ടിക്കലാണോ? റിയൽ എസ്റ്റേറ്റ് പോലത്തെ, ഇപ്പോൾ റിയൽ എസ്റ്റേറ്റിൽ നമ്മൾ ഇപ്പോൾ അടുത്തൊരു പഠനത്തിൽ കാണിച്ചത്, ഒരു റിയൽ എസ്റ്റേറ്റിൽ ഇപ്പം ഒരു മാർക്കറ്റിംഗ് ക്യാമ്പയിൻ ചെയ്തു, ഓൺലൈൻ ത്രൂ ഒരുപാട് അഡ്വർടൈസ്മെൻറ്റ്സ് ഇപ്പോൾ അതിൽ നിന്ന് ക്ലിക്കിലേക്ക് നേരെ വാട്സപ്പിലേക്കാണ് വരിക. അപ്പോൾ പലപ്പോഴും ഹായ് എന്നുള്ള ആ പെട്ടെന്നുള്ള ചോദ്യത്തിൽ ഒരാൾ ഹായ് എന്നിട്ടുണ്ടാവും.
പക്ഷെ പലപ്പോഴും ഈ റിയൽ എസ്റ്റേറ്റിലുള്ള ഏജന്റുമാർക്ക് ഒരുപാട് തിരക്കുകളുണ്ട്, അവർക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റില്ല, അവർക്ക് ആ സമയത്ത് വിളിക്കാനൊന്നും പറ്റില്ല. അതെ, വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ വിളിക്കണം. എക്സാക്ട്ലി. ഇല്ലാണ്ട് ഒന്ന് മെസ്സേജ് മറുപടിയും കൊടുത്താൽ മതി, അതുപോലും കൊടുക്കാൻ ആൾക്കാർക്ക് സമയമില്ല. പലപ്പോഴും പാക്ഡ് ആണ് ചാറ്റുകൾ. എന്നാൽ പക്ഷേ ഇതിൽ തന്നെ ഇങ്ങനത്തെ ചാറ്റ് വരുമ്പോൾ, ഇപ്പോൾ AI ചാറ്റ് വരുമ്പം, ഇപ്പം നിങ്ങളൊരു റിയൽ എസ്റ്റേറ്റിൻ്റെ ഒരു ഫോർ എക്സാമ്പിൾ ഞാൻ ഇന്നലെ ഒരു ഒന്നിൽ ക്ലിക്ക് ചെയ്തു. അതിലിങ്ങനെ വീണ്ടും 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 ഇറിറ്റേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം നമ്മൾ ഇറിറ്റേറ്റ് ആവുന്നില്ല. അവിടെ ഒരു ബോട്ടാണ് ഇപ്പം വാട്സാപ്പിൽ റീപ്ലൈ ചെയ്യുന്നെങ്കിൽ പോലും അതിന് ഏതാണ് വേണ്ടത്, എങ്ങനെയാണ് വേണ്ടത്, ഏതാണ് വേണ്ടത്, കുറേ ക്വസ്റ്റ്യൻസ് വരുമ്പം നമുക്കതിന് സമയമില്ല എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ അത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിന് വരുന്നതിന് പകരം അവിടെ നേരിട്ടൊരു കോളിംഗ് ഏജൻറ്റ് നമ്മളെ വിളിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്നതാണ് എൻ്റെ കൺഫ്യൂഷൻ. നമ്മൾ ചാറ്റ് ബോട്ട് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ റിയൽ എസ്റ്റേറ്റിലുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഒരാൾ എൻക്വയറി ചെയ്ത് ആ എൻക്വയറി ചെയ്ത് അടുത്ത 1 മിനിറ്റിനുള്ളിൽ മെസ്സേജ് മറുപടി വന്നിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ 1 മിനിറ്റിനുള്ളിൽ മറുപടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചാൻസസ് ഓഫ് ക്ലോസിങ് ദ സെയിൽ ഇസ് 300+% ഹയർ. 1 മിനിറ്റിനുള്ളിൽ കൊടുക്കുകയാണെങ്കിൽ, 1 മിനിറ്റിൽ റിപ്ലൈ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ. ജസ്റ്റ് തിങ്ക് അബൌട്ട് എ സിറ്റുവേഷൻ ലൈക്ക് ദിസ്. എന്താണെന്നാൽ ഒരു കസ്റ്റമർ മെസ്സേജ് അയക്കുന്നു, ഹായ് എന്ന് പറയുന്നു, റിപ്ലൈ കൊടുക്കുന്നു. റിപ്ലൈ കൊടുത്ത ഉടനെ എന്താണ് നിങ്ങൾക്ക് എന്തിനാണ് അപ്പം തന്നെ, കാരണം ആ സമയത്ത് വരുന്ന സാധനമാണല്ലോ. അപ്പോൾ നിങ്ങൾ എങ്ങനത്തെ ഫ്ലാറ്റാണ് നോക്കുന്നതെന്ന് ചോദിക്കുന്നു. അദ്ദേഹം പറഞ്ഞു എനിക്ക് ഇതാ വേണ്ടത്. ഓക്കെ, ആ ഏജൻറ്റ് വിൽ കോൾ ഇൻ എ സെക്കൻഡ്. 5 സെക്കൻഡിനുള്ളിൽ ഒരു AI ഏജൻറ്റ് കോൾ ചെയ്യുന്നു. അവരുടെ നമ്പർ മനസ്സിലായിക്കൊണ്ട് കോൾ ചെയ്യുന്നു. കാരണം അവരുടെ നമ്പർ കൺഫേം ചെയ്തു, ഇത് വെറുതെ ഒരു സ്കാം നമ്പറിൽ നിന്ന് വരുന്ന മെസ്സേജ് അല്ല എന്ന് മനസ്സിലാക്കി ആര്, AI. ഇനി AI എന്ത് ചെയ്യുന്നു, അതന്നെ കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റഡ് ആയിക്കൊണ്ട് മെസ്സേജ് കോൾ അവരുടെ ഫോണിലേക്ക് പോകുന്നു. ആ കോള് എടുത്ത് സംസാരിക്കുമ്പോൾ ഒരു പ്രോപ്പർ മനുഷ്യൻ സംസാരിക്കുകയാണ്. കാര്യങ്ങൾ സംസാരിച്ചിട്ട് ഐ സീ ദാറ്റ് യു ആർ ലുക്കിംഗ് ഫോർ സംതിങ് ലൈക്ക് ദിസ്. 2-3 ചോദ്യങ്ങൾ ചോദിക്കണം എന്ന് ഞാൻ പറയാം. കാരണം എന്താ പറഞ്ഞാൽ അവർക്ക് എന്താണ് ഓൾമോസ്റ്റ് വേണ്ട വെച്ചാൽ അവരുടെ ബജറ്റ് എന്താണ്, അല്ലെങ്കിൽ അവർ ഏത് ഏരിയ നോക്കുന്നത്, അപ്പോൾ തന്നെ ബാക്കിൽ നിന്ന് ഡാറ്റാബേസിൽ ഇൻഫർമേഷൻ ഞങ്ങളുടെ അടുത്ത് ഇപ്പം ഇങ്ങനെ ഈ പ്രോപ്പർട്ടീസ് ഇപ്പോൾ ഫുള്ളി അവൈലബിൾ ആണ്, ഇൻ എ മന്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ക്ലോസ് ചെയ്ത് ഇത്ര പ്ലോട്ട് അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ട് കറക്റ്റ്. അത് ഒരാളാണെന്നുണ്ടെങ്കിൽ ആൾക്ക് നോക്കണം, ഞാൻ നോക്കട്ടെ, ഓക്കെ ഈ അവൈലബിൾ ഇതുണ്ടോ ഇങ്ങനെ നോക്കി ഒറ്റ മിനിറ്റ്, ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുന്ന അയാൾ നോക്കുന്നു, ചോദിക്കുന്നു, പറയുന്നു. ഇതൊന്നുമില്ല, ഡാറ്റാബേസിൽ നേരെ ഇൻഫർമേഷൻ വരികയാണ്. നമുക്ക് ഇപ്പോൾ ഈ ഏരിയയിൽ നമുക്ക് നാദർഷിബൽ ഇതൊക്കെ ഉണ്ട്, നമുക്ക് നെഹദയിൽ അപ്പം അത് പറഞ്ഞു കൊടുക്കുക ആളുകൾക്ക് ഒറ്റയടിക്ക് ആൻസർ ചെയ്യുന്ന രീതിയിൽ AI ഏജൻറ്റ്സ് കോൾ സിസ്റ്റങ്ങൾ ഇപ്പം ഉണ്ട്. ഇതൊക്കെ ഒരു ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അതൊരു പോസിറ്റീവായിട്ട് എടുക്കുകയാണെങ്കിൽ അവരുടെ സെയിൽസിലാണെങ്കിലൊക്കെ വലിയൊരു ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ പോകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആളുകൾക്ക് ഭയങ്കര കൺസേൺ എന്താ പറഞ്ഞാൽ ഈ ഒരു AI വന്നു കഴിഞ്ഞാൽ ഇത് തെറ്റുകൾ പറ്റുമോ, അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്നുള്ളത്. നിങ്ങളെ കമ്പനി വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയിനെ കാണിച്ചു തരാം. ഞാൻ ഈ ബിസിനസ്സായിട്ട് പറയുന്നത് കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് ആയി ഒരു ഹ്യൂമൻ എററും ചെയ്യാത്ത ഒരാളെ കാണിച്ചു തരും. പറ്റില്ല. ഹ്യൂമൻ എറർ പറ്റുന്ന ഒരു ഭാഗമാണ്. ഹ്യൂമൻ എറർ അറിയുമ്പോൾ കുഴപ്പമില്ല, മെഷീൻ എറർ ആകുമ്പോൾ ഇതൊന്ന് ഗ്ലിച്ച് വന്ന മാതിരി വൈറസ് ഒന്നും അടിച്ചു പോകുന്നില്ല. എറർ വരുന്നു, അത് പഠിക്കുന്നു. മെഷീൻ ലേണിംഗ് എന്ന സാധനം ഇത് അതിങ്ങനെ ഒറ്റയ്ക്ക് ലേൺ ചെയ്യുന്നുണ്ട്. ഇതെന്നെ സ്വന്തമായിട്ട് ലേൺ ചെയ്തുകൊണ്ടിരിക്കും. ഇത് കീപ്പ് ഓൺ ലേണിംഗ് ഉണ്ട്. അപ്പോൾ ഈ ലേണിംഗ് അത് മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ AI, നമ്മുടെ പാർട്ട്നർഡ് ആയിട്ടുള്ള ഒരു AI വാട്സപ്പ് ചാറ്റ് സിസ്റ്റം ഉണ്ട്, ക്ലൂഡോട്ട് എന്ന് പറയും. ക്ലൂഡോട്ട് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ, ഒരു കസ്റ്റമർ എൻക്വയറി ചെയ്യാന്നുണ്ടെങ്കിൽ ആ കസ്റ്റമറിന് ബാക്ക് എൻഡിൽ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ബാക്കിൽ കൊടുത്തിട്ടുണ്ടോ അതിൻ്റെ എല്ലാ കമ്പനിയെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷനും കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ കമ്പനിയുടെ കസ്റ്റമർ സർവീസ് ഏജൻറ്റ് ആയിക്കൊണ്ടുള്ള ഈ AI എന്ത് ചെയ്യുന്നു, ആ കമ്പനിയെക്കുറിച്ചുള്ള എന്ത് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ അവർക്ക് കൊടുക്കുന്നു. ഇനി വല്ല ഉത്തരങ്ങളും അതിൻ്റെ ബാക്ക് എൻഡിൽ കൊടുക്കാൻ വിട്ടുപോയെന്ന് വിചാരിക്കുക. അപ്പോൾ അവർ പറയുന്നു ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എനിക്കറിയില്ല, ഞാൻ എന്ത് ചെയ്യുക, നിങ്ങളൊരു ഏജൻറ്റിലേക്ക് വിടാമെന്ന് പറയുന്നു. എന്നിട്ട് അവർ ഏജൻറ്റിൽ ബാക്കിൽ നമുക്ക് ഉത്തരം കിട്ടുന്നു. ആൾക്കറിയാം, IT-കാരനറിയും ഒരാൾക്ക് എന്തുണ്ട് ഉത്തരം കിട്ടിയില്ലാന്ന്. അപ്പോൾ അതിൽ നമ്മളെ ബാക്കിലുള്ള CRM-ൽ കാണിക്കുന്നുണ്ട് ഏതാണ് ഉത്തരം പറയാത്ത ക്വസ്റ്റ്യൻ ഏതാണെന്നുള്ളത്. ആ ക്വസ്റ്റ്യൻ എന്ത് മറുപടി കൊടുക്കാന്നുള്ളത് നമുക്ക് പിന്നീട് അത് സെറ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത പ്രാവശ്യം സെയിം ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്ത് ചെയ്തോളും, ആ ഒരു ഉത്തരം വെച്ചിട്ട് അത് എന്ത് ചെയ്തോളും, ആൻസർ കൊടുത്തോളും. അപ്പം കീപ്പ് ഓൺ ലേണിംഗ് ആണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ കൊടുത്ത ഡാറ്റ വെച്ചിട്ട് ഒരു പരിധിവരെ പറഞ്ഞു കൊടുക്കും. ഇനിയിപ്പോൾ അതിൽ നമ്മൾ ഫുൾ ക്ലിയർ ആയി കൊടുത്തിട്ടില്ലാണെങ്കിൽ പോലും ഒരു മനുഷ്യനെ പോലെ തന്നെ ഉള്ള അറിവ് വെച്ചാണ് ഇങ്ങനെ ഇത് കൊടുക്കുമല്ലോ, അതുപോലെ തന്നെ ആയിരിക്കും കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഇനി അത് മാത്രമല്ല, ഇതേ ക്ലൂഡോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾ വോയിസ് മെസ്സേജ് കൊടുക്കാനോ മറുപടി കൊടുക്കും. വോയിസ് മെസ്സേജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വോയിസ് മെസ്സേജിന് ഏത് ഭാഷയാണെന്ന് മനസ്സിലാക്കി, ഇപ്പോൾ 9ഓളം ഭാഷ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇംഗ്ലീഷ് ആവട്ടെ, മലയാളം ആവട്ടെ, ഹിന്ദി ആവട്ടെ, അറബി ആവട്ടെ, ഉറുദു ആവട്ടെ, അത് മനസ്സിലാക്കി അതിനെ ട്രാൻസ്ക്രൈബ് ചെയ്യുന്നു, അത് ഏത് ഭാഷയാണെന്ന് മനസ്സിലാക്കുന്നു, എന്നിട്ട് ആ ഭാഷയിൽ മലയാളത്തിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് ഉത്തരം കൊടുക്കുന്നു. ആസ് ഓഫ് നൗ വോയിസ് മെസ്സേജ് ഇല്ല, പക്ഷേ ടൈപ്പ് ചെയ്തുകൊണ്ട് അവർക്ക്
ക്ലിയറായി മനസ്സിലാകുന്ന രീതിയിൽ ചെറിയ എഴുത്തിൽ, ഒരുപാട് വലിയ എഴുത്തായിട്ടുള്ള ചെറിയ 2-3 സെൻറ്റൻസിൽ ഇതാണെന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്നു. പിന്നെ അവർക്ക് ടേക്ക് ഓവർ ചെയ്ത് പറ്റുന്ന രീതിയിൽ. നിങ്ങൾ Clue.ai പറഞ്ഞപ്പോഴാണ് ഇപ്പം നമുക്ക് കുറച്ച് എല്ലാ ബിസിനസ്സുകാർക്കും ഇപ്പം കുറച്ച് ടൂൾസുകൾ അറിയാം. ഇപ്പം ചിലപ്പോൾ ChatGPT അറിയാം, അല്ലെങ്കിൽ ജെമിനി അറിയാം, അല്ലെങ്കിൽ ക്ലോഡ് അറിയാം, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ഇങ്ങനെ കുറച്ച് ടൂൾസ് മാത്രം. ഇത് മാത്രമല്ല ഉള്ളത്. ഒത്തിരി ടൂളുകളുണ്ട്. ഇപ്പം ഒരു അഡ്വർടൈസ്മെൻറ്റ് എപ്പോഴും കാണാറുണ്ട്. ഇപ്പം യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും നിങ്ങൾ റീപ്ലേസ് യുവർ സോഷ്യൽ മീഡിയ, ഇഫ് ആർ യു എബവ് 40 റീപ്ലേസ് യുവർ സോഷ്യൽ മീഡിയ ആൻഡ് ഇൻവെസ്റ്റ് 20 minutes ടു മാസ്റ്റർ ഇൻ AI എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസിനൊക്കെ അങ്ങനെ ഒരുപാട്. പിന്നെ നാസിൻ്റെ പരസ്യം കാണുന്നുണ്ട്, ഡെയിലി $1 AI പഠിക്കുക എന്നുള്ളതൊക്കെ. അങ്ങനെ ഒരുപാട് സാധനം വരുമ്പം ഒരു ബിസിനസ്സുകാരന് കൺഫ്യൂഷൻ, ഞാൻ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എല്ലാം എനിക്ക് ആവശ്യം ഉണ്ടാവില്ലല്ലോ. അപ്പം അതെങ്ങനെയാണ് ഒരാൾക്ക് മനസ്സിലാക്കിയിട്ട് ഇപ്പം ഒരു നോർമൽ ഒരു സാധാരണക്കാരെ SME ഓണറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മിനിമം ഒരു അവഗാഹം നേടേണ്ട എത്ര ടൂളുകൾ ഉണ്ടാവും? ആസ് ഓഫ് നൗ ഏതൊരു SME ഓണർ ഞാൻ പറയുന്നത് ഫസ്റ്റ് അവഗാഹം നേടേണ്ടത് ChatGPT, ക്ലോഡും, ജെമിനായും, പെർപ്ലക്സിറ്റി പറഞ്ഞ ആപ്പുകളാണ്. ഇതെന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ബേസ് പഠിപ്പിച്ച സാധനം. ഇത് ഉപയോഗിച്ച് തുടങ്ങിയാൽ നമുക്ക് ഒരു അവഗാഹം കിട്ടും, എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, എങ്ങനെയാണ് AI പ്രോംപ്റ്റ് എഞ്ചിനീയർ എന്ന സാധനം മെഷീനോട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് നമ്മൾ പഠിക്കുക, നമുക്കൊരു ട്രെയിനിങ് ആണ്. അതെ, നമ്മൾ ട്രെയിൻ ചെയ്ത് നമ്മൾ പഠിക്കണം. അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ടൂൾസും ഫീച്ചേഴ്സും ഉണ്ട്, നമുക്ക് ഈ ഒരു കുറച്ച് സമയം കൊണ്ട് പറയാൻ പറ്റില്ല. അതുമാത്രമല്ല, അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് ടൂൾസ് ഇന്നും ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുതിയ ടൂൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്രയും ആയിക്കൊണ്ടാണ് ഡെവലപ്മെൻറ്റ് നടക്കുന്നത്. ഡെവലപ്മെൻറ്റ് ഇപ്പോൾ AI ഉണ്ടായതുകൊണ്ട് തന്നെ ഇപ്പോൾ അവസാനം ക്ലോഡിൻ്റെ ബാക്കെൻഡിലുള്ള ലാംഗ്വേജിന് പറയുന്ന പേരാണ് ആന്ത്രോപ്പിക്. ഞാൻ വളരെ സിമ്പിളായി പറയാം, ആന്ത്രോപ്പിക് എന്ന് പറഞ്ഞ ലാംഗ്വേജാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇത് ചെയ്യുന്നത് ക്ലോഡിൻ്റെ പുതിയൊരു വെർഷൻ വന്നിട്ടുണ്ട്. അഥവാ അത് ഒറ്റയ്ക്ക് വർക്ക് ചെയ്യുന്ന നമ്മൾ ഇപ്പോൾ എൻ്റെ കമ്പ്യൂട്ടറിൽ ഫോൾഡേഴ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുക വിചാരിച്ചോ, ഞാൻ ഈ ക്ലോഡിനോട് പറയുകയാണ് എൻ്റെ ഫോൾഡേഴ്സൊക്കെ ഒന്ന് നേരാക്കി തരുക പറഞ്ഞാൽ അത് ഫോൾഡേഴ്സ് ഓരോന്ന് മനസ്സിലാക്കി ഏതൊക്കെയാണ് ഇപ്പോൾ ഫോട്ടോസുള്ളത്, ഫോട്ടോസാണ് ഒരു ഫോൾഡറിലേക്ക് ആക്കുന്ന രീതിയിലും കംപ്ലീറ്റ് മാറ്റിക്കൊണ്ട് സ്ട്രൈറ്റ് ചെയ്ത് തരും. അത്രത്തോളം എൻ്റെ കമ്പ്യൂട്ടർ ഏറ്റെടുത്തുകൊണ്ട് ചെയ്യാനുള്ള കഴിവുള്ള സാധനം ഉണ്ടാക്കി. ഇത് അദ്ദേഹം പറയുന്നുണ്ട്, ഇത് ഞാൻ മുഴുവൻ ഉണ്ടാക്കിയത് AI ഉപയോഗിച്ചാണ്. അഥവാ ഞാൻ പ്രോംപ്റ്റ് കൊടുത്തു, എൻ്റെ ക്ലോഡിന് അവർ അങ്ങനത്തെ ഒരു സാധനം പുതിയ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നത്. അഥവാ ഒരു പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ മാസങ്ങളും വർഷങ്ങളും എടുത്ത് ചെയ്യേണ്ട വർക്കുകൾ വെറും ദിവസങ്ങൾ കൊണ്ട് വർക്ക് ചെയ്ത് തീർക്കുന്ന രീതിയിൽ അത്രയും എഫിഷ്യൻ്റായി വർക്ക് ചെയ്യുന്ന AI ഡിവൈസുകളൊന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് ഇത് പഠിക്കാൻ പറ്റില്ല, നമ്മൾ ആ ഒരു സർക്കിളിലേക്ക് ഇറങ്ങാനുള്ള പേടിയാണ്. എന്തിലേക്ക് നമ്മൾ ദൂരം നോക്കുമ്പോൾ ഭയങ്കര പേടിയാണ്. ഇറങ്ങിക്കഴിയുമ്പോൾ വളരെ സിമ്പിളാണ്. വേറെ ഏതൊരു ടെക്നോളജിക്കാൾ ഞാൻ പറയുന്നത് എന്താ പറഞ്ഞാൽ, കമ്പ്യൂട്ടർ ഇല്ലാ സമയത്ത് ഒരു കമ്പ്യൂട്ടർ വന്ന ടെക്നോളജിക്കാൾ, കമ്പ്യൂട്ടർ ഉപയോഗിക്കാതെ കീപാഡ് ഫോൺ ഉപയോഗിച്ച ആൾ സ്മാർട്ട് ഫോണിലേക്ക് വന്നതിനേക്കാൾ, സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച ആൾ ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് തുടങ്ങിയതിനേക്കാൾ എല്ലാം ബുദ്ധിമുട്ട് കുറവാണ് AI കുറിച്ച് പഠിക്കാനുള്ളത്. അതിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ്, ആ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. സോ നിങ്ങളൊരു ബിസിനസ് ഓണർ ആണെങ്കിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്, നമ്മളിപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ നമുക്ക് പറയണത്, നിങ്ങളുടെ ഈ ആദ്യത്തെ സ്റ്റെപ്പ് എടുക്കാനുള്ളൊരു ധൈര്യങ്ങൾ കാണിച്ചേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇവർക്ക് സംഭവിക്കാൻ പോകുന്നത്? AI എന്നുള്ളത് AIനോട് പുറംതിരിഞ്ഞ് നിൽക്കുന്ന ആളുകളോട് അവർക്കെന്താണ് സംഭവിക്കാൻ പോകുന്നത്? അവർക്ക് എന്തൊക്കെ നഷ്ടമാണ് വരുന്നത്? പറ്റാൻ പോകുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ, അഥവാ എൻ്റെ ബിസിനസ്സിൽ ഒരു ERPൻ്റെ ആവശ്യമില്ല, എൻ്റെ ബിസിനസ്സിൽ Excel ആവശ്യമില്ല, എൻ്റെ ബിസിനസ്സിൽ ഇതൊന്നും ഞങ്ങൾ പേപ്പറിൽ വർക്ക് ചെയ്തോല എന്ന് പറഞ്ഞ ഒരു 2000-ങ്ങളിലുള്ള ഒരു കമ്പനിയും ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നില്ല, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് വളരുന്നില്ല. കാരണം നിങ്ങളുടെ കോമ്പറ്റീഷൻ നിങ്ങളെക്കാളും ഭംഗിയായിട്ട് AI ഉപയോഗിച്ച് വർക്ക് ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ മാർക്കറ്റിങ്ങിലേക്ക് ഇപ്പോൾ നമ്മൾ ഗൂഗിളിൻ്റെ അവസാനം വന്ന അപ്ഡേറ്റ് ലോകത്ത് ആകെ അത്ഭുതപ്പെടുത്തി. കാരണം ഫ്രീ ആയിട്ട് ടൂൾസ് കൊടുക്കുകയാണ്. ഗൂഗിൾ AI സ്റ്റുഡിയോ കോഡ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. ജെമിനായി, നാനോ ബനാന, നിങ്ങൾക്ക് ഏതൊരു ഇമേജും പോസ്റ്ററും എന്തും ആവട്ടെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. പണ്ട് അഡോബെ ഫോട്ടോഷോപ്പ് ഉപയോഗിച്ചിട്ട് ആളുകൾ ഒരുപാട് പൈസ കൊടുത്ത് എൻ്റെ കുപ്പായം മാറ്റിക്കാൻ, എൻ്റെ പാൻറ്റ് മാറ്റിക്കാൻ, എൻ്റെ ഷൂട്ടിട്ട് നിർത്തിക്കാനൊക്കെ ഒരുപാട് പൈസ കൊടുത്തിരുന്നു. ഒറ്റ പ്രോംപ്റ്റിൽ എൻ്റെ കുപ്പായം മാറ്റിത്താന്ന് പറഞ്ഞാൽ ഞാൻ ഇരിക്കുന്ന എൻ്റെ മുഖം പോലും മാറാതെ എൻ്റെ കുപ്പായം മാറുന്ന നാനോ ബനാന വന്നു. പൊമല്ലി എന്ന് പറയുന്ന പുതിയ ആപ്പ്, പുതിയ ഗൂഗിളിൻ്റെ ഫീച്ചർ പറഞ്ഞാൽ മാർക്കറ്റിംഗ് കമ്പനികൾക്ക് വലിയ തിരിച്ചടിയാണ്. കാരണം എൻ്റെ കമ്പനിയുടെ തീമും പിക്ചേഴ്സും എൻ്റെ കമ്പനിയുടെ കളർ തീം എന്താണെന്ന് കൊടുത്തു കഴിഞ്ഞാൽ, ഞാൻ പിന്നെ കണ്ടൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കണ്ടൻറ്റ് ഒരു മാസത്തേക്കുള്ള പോസ്റ്ററുകൾ വെറും സെക്കൻഡ് കൊണ്ട് ഉണ്ടാക്കി തരുന്നത്. ആ കണ്ടൻറ്റ് വെച്ചിട്ട് എനിക്ക് സ്ലൈഡുകൾ ചെയ്യാൻ വേണ്ടി, ഇപ്പം നോട്ട്ബുക്ക് എല്ലാം ഒരു റിസർച്ച് ചെയ്യുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് പഠിക്കാനും പിച്ച് ഡെക്ക് ഉണ്ടാക്കാനും സ്ലൈഡുകൾ ഉണ്ടാക്കാനും എല്ലാം പറ്റുന്ന രീതിയിൽ നോട്ട്ബുക്ക് എല്ലാം കംപ്ലീറ്റ്ലി ഫ്രീ ആയി അവൈലബിൾ ആണ്. ഫ്ലോ ലാബ്സ് വീഡിയോ ജനറേഷൻ പ്ലാറ്റ്ഫോമാണ്. എല്ലാവരും പൈസ കൊടുത്ത് വീഡിയോ ജനറേറ്റ് ചെയ്യുമ്പോൾ ഫ്രീ ആയിട്ട് വീഡിയോ ജനറേറ്റ് ചെയ്യാൻ പറ്റും ഫ്ലോ ലാബ്സിൽ. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ, ഇതിപ്പോൾ ഉള്ളതാണ്.
അടുത്തൊരു മാസം കൊണ്ട് എന്തൊക്കെയാണ് നടക്കാതെ നമുക്ക് വീണ്ടും അറിയില്ല. പുതിയ കാര്യങ്ങൾ വരും. ഈ വീഡിയോ ഇറങ്ങുമ്പോഴേക്ക് നമ്മൾ പറഞ്ഞതൊക്കെ പോയി പുതിയ വന്നിട്ടുണ്ടാവും. അത്രയും ടെക്നോളജി വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ നടന്നാൽ അറ്റ്ലീസ്റ്റ് നമ്മൾ നടക്കുകയും ചെയ്യണം. Yes. നിൽക്കുന്നിടത്ത് നിന്ന് കഴിഞ്ഞാൽ നടക്കുവാനേ നമ്മൾ തോപ്പിക്കും. എൻ്റെ അഭിപ്രായത്തിൽ നടന്ന് തുടങ്ങിയാലേ നമുക്ക് ഓടാനുള്ള ആവേശം ഉണ്ടാവുള്ളൂ. ഇത് ബിസിനസ്സിൽ നിങ്ങൾ അതിനെക്കുറിച്ച് പഠിച്ച് വെക്കുക എന്നുള്ളത് നിർബന്ധമാണ്. എങ്കിൽ അടുത്തൊരു പണ്ടത്തെ പോലെയല്ല, ഇൻ്റർനെറ്റ് ഇല്ലാത്ത സമയത്ത് ഇൻ്റർനെറ്റ് ഉപയോഗിക്കാത്ത ഇപ്പോൾ അലിബാബ വലിയ കമ്പനിയാണ്. Yes. അലിബാബ, ആമസോണൊക്കെ ഇൻ്റർനെറ്റ് പുറത്തേക്ക് വരുന്നതിന് മുന്നേ ഇൻ്റർനെറ്റിനെ കുറിച്ച് മനസ്സിലാക്കി കൊമേഴ്സിലേക്ക് ഇറങ്ങി അവരെന്ത് ചെയ്തു, ഇൻ്റർനെറ്റ് ഷോപ്പിംഗ് കൊണ്ടു. അന്ന് ആൾക്കാർ പറഞ്ഞു ആരാണ് ഇതൊക്കെ, ഒരു ഡ്രസ്സ് ആരാണ് ഇടാതെ വാങ്ങി വെക്കുക, Yes. ആരാണ് ഒരു സാധനം, ഒരു ഫ്രൂട്ട് ആരാണ്. എല്ലാം ഇപ്പോൾ തെലബാത്തിൻ്റെ ഫൗണ്ടർ പറഞ്ഞ സ്റ്റോറി ഉണ്ടല്ലോ, ആരാണ് ഇപ്പം പിന്നെ ചായയും അല്ലെങ്കിൽ പിന്നെ ഫുഡൊക്കെ ഓർഡർ ചെയ്യാന്ന് പറയുമ്പോൾ ഫ്രണ്ട്സ് കളിയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. കാരണം ആൾക്കാരൊക്കെ തൊട്ടും പൊടിച്ച് നോക്കി വാങ്ങണ ഡ്രസ്സ് ഡ്രസ്സ് നമ്മൾ എത്ര ആൾക്കാർ നമ്മൾ വിചാരിച്ചിട്ട് ഒരു 10 കൊല്ലം മുന്നേ വിചാരിക്കുക എങ്ങനെയാണ് ഒരാൾ ഡ്രസ്സ് ഓൺലൈൻ ഓർഡർ ഇട്ട് നോക്കി നമുക്ക് നോക്കണമല്ലോ. പക്ഷെ ആൾക്കാർ ഇപ്പോൾ കംപ്ലീറ്റ് അതിലേക്ക് കംഫർട്ടായല്ലോ. ആ ഒരു അവസ്ഥയിലേക്കും അന്ന് അവർ ചെയ്തുകൊണ്ട് അവരിന്ന് ടോപ്പിൽ നിൽക്കുകയാണ്. അന്ന് അവർ ഫസ്റ്റിൽ കയറിയോണ്ട് അവരെന്തായി, പിന്നെ ഒരുപാട് കമ്പനി വന്നു. ഷോപ്പിഫൈ വന്നിട്ട് ആർക്കും ഏത് കൊമേഴ്സ് സ്റ്റോറും ഒറ്റയടിക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന അവസ്ഥ ഉണ്ടായി. എന്നിട്ട് പോലും ആരും ആമസോണിനെയും അല്ലെങ്കിൽ അവന് വെട്ടിച്ചില്ലല്ലോ. എത്ര ഉണ്ടായാലും എത്ര പുരോഗമിച്ചാലും അതിനൊക്കെ എത്ര നിങ്ങൾ ലേറ്റ് ആകുന്നോ അത്ര നിങ്ങൾക്ക് വളരാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുകയാണ്. നിങ്ങൾ അടുത്ത ആലിബാബ ആയിക്കൂടെ ഇല്ല, അടുത്ത ആമസോൺ ആയിക്കൂടെ ഇല്ല. കാരണം നിങ്ങൾ AI അനുസരിച്ച് ഇപ്പം AI സാം ഓൾട്ട്മാൻ പുതിയ അന്വേഷണം എന്താണ് അദ്ദേഹം പറഞ്ഞത്, ഇനി അടുത്ത 2 മാസത്തിനുള്ളിൽ നമ്മൾ AI പരസ്യങ്ങൾ കൊടുക്കാൻ തുടങ്ങും. അഥവാ ChatGPT പരസ്യങ്ങളും വരും, അഡ്വർടൈസ്മെൻറ്റിലെ റവന്യൂ. അപ്പം ആ സമയത്ത് മനസ്സിലാക്കണം, SEO എന്നാണ് പല സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എല്ലാവരും ചെയ്യുന്ന സാധനം. അഥവാ സെർച്ച് എഞ്ചിന് ഉപയോഗിച്ച് നമ്മുടെ ഗൂഗിളിൽ അടിച്ചു നോക്കി കഴിയുമ്പം ആദ്യം വരുന്നത് ഏതാണെന്ന് നോക്കുന്നതാണ് SEO. SEO ഇപ്പോൾ ഔട്ടായി. ഇപ്പം നമ്മൾ ഗൂഗിളിൽ ഒരു 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 കാര്യം അടിക്കുകയാണെങ്കിൽ ആദ്യം ഉത്തരം വരൽ പണ്ടത്തെ പോലെ ഹൈപ്പർ ലിങ്ക് അല്ലല്ലോ. ഇപ്പോൾ വരൽ ജെമിനിൻ്റെ ഉത്തരം ഒരിക്കലും എന്തല്ല SEO അല്ല, അത് AEO ആണ്, ആൻസർ ഒപ്റ്റിമൈസേഷൻ എഞ്ചിൻ എന്ന് പറയും. അഥവാ AIക്ക് തോന്നുന്നതാണ്. അഥവാ ജെമിനായിലും ChatGPT ഞാൻ കൊടുത്തിട്ടുള്ളത്. ആൾക്കാരൊക്കെ ഇപ്പോൾ ChatGPT തപ്പില്ലേ ഇത് നല്ല കമ്പനി ഏതാണെന്നുള്ളത്. ഗൂഗിളിനെക്കാളും വിശ്വസിക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് തോന്നി തുടങ്ങി. അപ്പോൾ അങ്ങനത്തെ അവസ്ഥയിൽ ഞാൻ ഇപ്പോഴേ എൻ്റെ കമ്പനീൻ്റെ ഡീറ്റെയിൽസ് ChatGPT കൊടുത്ത് AEO ചെയ്തിട്ടില്ലാണെങ്കിൽ ഞാൻ പിന്നിക്ക് പോകും. പിന്നെ തിരിച്ചു വല്ല പറ്റില്ല. ഇപ്പോഴേ ഞാൻ ചെയ്യാണ്ടെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ ഒരു ബിസിനസ് ഓണറാണ്, നിങ്ങൾ 40 കഴിഞ്ഞ് ഒരു SMEയുടെ ഓണറാണെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ AI പഠിച്ച് AI ഇംപ്ലിമെൻറ്റ് നിങ്ങൾ ബിസിനസ്സിൽ ചെയ്യുന്ന ഒരവസ്ഥ വരുത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 0.01% പെടുന്ന ആൾക്കാരാണ്. Your chance of being successful in your industry is way higher than any others in the industry. സോ കാലം വൈകിട്ടില്ല, ഇനിയും കാത്തിരിക്കേണ്ട. നമ്മളും AIയോടൊപ്പം 2026 നമ്മളും ഒരുമിച്ചൊരു വലിയ യാത്ര പോവുകയാണ്. SME ഓണേഴ്സ് നിങ്ങളുടെ കൂടെ AIക്ക് വേണ്ടി, AIയെ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി അത്തീഫ് ഉണ്ട്. അത്തീഫിൻ്റെ ഒരുപാട് പ്രൊജക്റ്റുകളുണ്ട്. എന്തൊക്കെയാണ് അത്തീഫ് AI ബിസിനസ് ഓണേഴ്സിന് കൊടുക്കുന്ന സർവീസ് എന്തൊക്കെയാണ്? നമ്മൾ ബിസിനസ്സുകളിൽ ഓപ്പറേഷൻസിൽ AIനെ ഇംപ്ലിമെൻ്റ് ചെയ്യാനും, ബിസിനസ്സുകളിൽ ഓപ്പറേഷൻസിൽ AIനെ ഇംപ്ലിമെൻ്റ് ചെയ്ത് സെയിൽസിൽ, ഓപ്പറേഷൻസിൽ, അതുപോലെ തന്നെ HRലും ഒരു ERP മോഡ്യൂളുണ്ടാവും. ERPയിലുണ്ടാകുന്ന മോഡ്യൂൾസ് ഉണ്ടല്ലോ. ഒരു കമ്പനിയുടെ ഓപ്പറേഷൻ സിസ്റ്റങ്ങളിൽ എവിടേക്ക് AIനെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുമോ അവിടെ എല്ലാം ഇംപ്ലിമെൻ്റ് ചെയ്യുക. അതുവഴി അവരുടെ വർക്കുകൾ കുറച്ച് കൊടുക്കുക. അതേസമയം വർക്ക് കുറയുകയും വർക്ക് പകുതിയാവുകയും റിസൾട്ട് ഡബിൾ, ട്രിപ്പിൾ, 10x വരെ സെയിൽസ്, ഇൻക്രീസ് യുവർ സെയിൽസ് 10x ബൈ യൂസിങ് AI. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഒരുപാട് ടൂളുകൾ ഇന്ന് അവൈലബിൾ ഉണ്ട് മാർക്കറ്റ്. പണ്ടൊരു വീഡിയോ ഉണ്ടാക്കാൻ ദിവസങ്ങളെടുക്കും, അല്ലെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് 2-3 മണിക്കൂർ എടുക്കും. ഇന്ന് 15 സെക്കൻഡ് കൊണ്ട് ഒരു വീഡിയോ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ അത് റിയാക്ട് ചെയ്താണെങ്കിൽ പോലും 5 മിനിറ്റിനുള്ളിൽ എനിക്ക് വേണ്ട രീതിയിൽ വീഡിയോ കിട്ടും. അത് പക്ഷേ ആർക്കും അറിയില്ല. അപ്പം അങ്ങനെ ചെയ്യുന്ന ഒരാൾക്ക് അരമണിക്കൂറും 2-3 മണിക്കൂർ എടുത്ത് ചെയ്യുന്ന വീഡിയോ ഉണ്ടാക്കുന്ന ഒരാളും കൂടി നിങ്ങളെ മുന്നിൽ കിട്ടിയാൽ നിങ്ങൾ ആരെ സെലക്ട് ചെയ്യുക? ആ കുറച്ച് സമയം കൊണ്ടിരുന്ന ആളാണ്. അയാൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് പെട്ടെന്ന് റിസൾട്ട് വേണം. അപ്പോൾ ആ റിസൾട്ട് വേണ്ട. അപ്പോൾ അങ്ങനത്തെ ഒരു ആളായി മാറണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓപ്പറേഷൻസിലും നമ്മുടെ ടീമിനും AI കുറിച്ച് പ്രോപ്പറായി ചെയ്യണം. അപ്പോൾ നമ്മൾ ട്രെയിനിങ്സ് കൊടുക്കണം. ആദ്യം എനിക്കൊന്ന് ഇവർക്ക് എല്ലാവർക്കും ഒരു മിസ്സിങ് പാർട്ട് AI ടൂളുകളുണ്ടെങ്കിൽ പോലും
ഇതിനൊരു ഇമ്പോർട്ടൻസും ഇത് പഠിപ്പിക്കാനുള്ളൊരു ഇതിനൊരു ട്രെയിനിങ് ആണ് കൊടുക്കുന്നത് ഓൺടർപ്രണേഴ്സിനും എംപ്ലോയീസിനൊക്കെ നമ്മൾ ചെയ്യുന്നത് അതാണ്. നമ്മൾ മനസ്സിലാക്കിയ സാധനം ഏറ്റവും വലിയ ഗ്യാപ്പ് AI അറിയാൻ ആളുകൾക്ക്, ChatGPT അറിയാൻ ആളുകൾക്ക്, ജെമിനി അറിയാൻ ആളുകൾക്ക്, പക്ഷെ ഇതെങ്ങനെ എൻ്റെ ബിസിനസ്സിനെ സഹായിക്കുമെന്ന് പലർക്കും അറിയാം. വലിയൊരു ഗ്യാപ്പാണ്. അങ്ങനത്തെ ആ ഗ്യാപ്പ് ആദ്യം നമ്മൾ സോൾവ് ചെയ്യാൻ ആദ്യം എഡ്യൂക്കേറ്റ് ചെയ്യുന്നു, അവയർനെസ് കൊടുക്കുന്നു, അതിനുശേഷം നമ്മൾ അവരെ കൺസൾട്ട് ചെയ്ത് അവരെ കമ്പനിയിൽ എങ്ങനെ AI ഇംപ്ലിമെൻറ്റ് ചെയ്യാറ്. നമ്മൾ 20+ AI ഗ്ലോബൽ കമ്പനീസുമായി പാർട്ട്ണറാണ്. അവരുടെ ഇംപ്ലിമെൻറ്റേഷൻ പാർട്ട്നേഴ്സാണ്, ERP പാർട്ട്നേഴ്സാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നിങ്ങളുടെ കമ്പനീനെ ഫുള്ളി AI ഉപയോഗിച്ച് സിസ്റ്റമാറ്റിക് ആയിക്കൊണ്ട് ഏറ്റവും ബെസ്റ്റ് സിസ്റ്റത്തിൽ ഓപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ പ്രേക്ഷകരോട് നമുക്ക് പറയുകയാണെങ്കിൽ നിങ്ങൾ AI കുറിച്ച് പഠിക്കാൻ നിങ്ങൾ ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ, നിങ്ങൾ തയ്യാറാണെങ്കിൽ, നിങ്ങളൊരു പുതിയ ഡിസിഷൻ എടുക്കാൻ തയ്യാറാണെങ്കിൽ, യു ക്യാൻ കമൻറ്റ് യെസ്, ദെൻ വി ആർ കണ്ടക്ടിങ് AI വർക്ക്ഷോപ്പും കാര്യങ്ങളായിട്ട് ഞങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്. ഞങ്ങളുടെ ഡീറ്റെയിൽസ് ഞങ്ങളുടെ ചാനലുകളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.